ഓം സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവൃതീദണ്ഡീ സർവവേദാന്ത പണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാര സച്ചിത് സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. മാലാസുധാകുംഭവിബോധമുദ്രാ വിദ്യാവിരാജത്കരവാരിജാതാം അപാരകാരുണ്യസുധാംബുരാശിം ശ്രീശാരദാംബാം പ്രണതോസ്മി നിത്യം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഒരു വലിയ പ്രതിഷേധ സംഗമം ആണ്. സ്വാഗതം ആശംസിച്ച രമേഷ് ബാബുജി, അധ്യക്ഷ പ്രസംഗം നടത്തിയ സോമൻ മാസ്റ്റർ, എനിക്ക് ശേഷം സംസാരിക്കാനുള്ള ഹിന്ദു ഐക്യവേദിയുടെ ഉജ്ജ്വലനായ വാഗ്മിയും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള രാജേഷ് നാദാപുരം, ഒ പി ഉണ്ണിയേട്ടൻ, ദാമോദരേട്ടൻ, ഭാസ്കരൻ നായർ സാർ എന്നിവർക്ക് പ്രത്യേകം അവരെ അഭിസംബോധന ചെയ്തും സ്നേഹത്തോടുകൂടിയും തുടങ്ങട്ടെ. ഇതിൽ ഈ മൈക്കിൻ്റെ അനാവശ്യമായ ഇക്കോ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചാൽ കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാം. നന്ദി പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മണ്ഡലകാര്യമായിട്ടുള്ള സനൂജ. ഇപ്പോൾ ഇവിടെ സംപൂജ്യനായ നമ്മുടെ സ്വാമിജി ദക്ഷിണ ഭാരതത്തിലെ വേദാന്ത പ്രചാരകന്മാരിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന, ഒരു പക്ഷേ എൻ്റെ അടക്കം ഗുരുനാഥനായിട്ടുള്ള ശിക്ഷാഗുരുവായിട്ടുള്ള ആനൈക്കട്ടിയിലെ ദയാനന്ദ സ്വാമികൾ കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ സമാധിക്ക് ശേഷം ഇന്ന് ദക്ഷിണ ഭാരതത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി വേദാന്ത ശാസ്ത്രത്തെ പ്രചരണം ചെയ്തു വരുന്ന, വേദാന്ത ശാസ്ത്രത്തിന്റെ എക്കാലത്തെയും മികച്ച പ്രവാചകന്മാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ സ്വാമിജി ചിദാനന്ദ സ്വാമിയെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ആസൂത്രിതമായ, അത് വെറുതെ പെട്ടെന്നുണ്ടായതാണെന്ന് വിശ്വസിക്കാൻ നമ്മൾ മണ്ടന്മാരല്ല, ആസൂത്രിതമായ ഒരു ആക്രമണം, വാക്കുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ. സ്വാമിജിയുടെ ആരംഭകാലത്തെ പ്രവർത്തനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ശാരീരിക ആക്രമണങ്ങളിൽ കൂടെ തകർക്കാമെന്ന് കരുതിയവരാണ് ഈ പറയുന്ന വക്താക്കൾ. സ്വാമിജി കൂത്തുപറമ്പിൽ സംസാരിക്കാൻ പോകുന്ന സമയത്ത് സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഒരു ഫോൺ വരികയാണ്. ആദ്യം ഫോൺ എടുത്ത ഉടനെ കിളിനാഥമാണ്, സ്ത്രീ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ചിദാനന്ദപുരി സ്വാമി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. സ്വാമിജി പറഞ്ഞു അതേ ചിദാനന്ദപുരി സ്വാമിയാണ് സംസാരിക്കുന്നത്. ആരാണ്? ഉടനെ ശബ്ദം മാറി. മിമിക്രിക്കാരനാണ്, ഏതോ മിമിക്രിക്കാരനാണ്. ശബ്ദം മാറി പുരുഷ ശബ്ദത്തെ പറയാണ്, നീ എന്താ ഇവിടെ പറയാൻ പോകുന്നത്? സ്വാമിജി പറഞ്ഞു, ഞാനിവിടെ ശങ്കരാചാര്യനും നാരായണ ഗുരുവൊക്കെ പറഞ്ഞ അതേ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ ചോദിച്ചു, മര്യാദയ്ക്ക് പറയേണ്ടത് മാത്രം പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ കഴുത്തിന്റെ മേലെ തലയുണ്ടാവില്ല. സ്വാമിജി പറഞ്ഞു, ഈ കഴുത്തിന്റെ മേലെ ഈ തല കൊണ്ടു നടക്കുന്ന ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, കേൾക്കണമെങ്കിൽ പരിപാടി സ്ഥലത്തേക്ക് വന്നോളൂ. അതാണ് സ്വാമിജിയുടെ രീതി. ആ രീതി ധാർഷ്ട്യത്തിന്റെ രീതിയല്ല, അത് ധീരന്റെ രീതിയാണ്. ഉപനിഷത്തിന്റെ കാഴ്ചപ്പാടിൽ ധീരൻ എന്ന് പറഞ്ഞാൽ സ്കൂട്ടറിന്റെ ഉള്ളിൽ വടിവാൾ ഒളിപ്പിച്ചു പോകുന്നതല്ല. എന്നിട്ട് പിടിക്കപ്പെടുന്നത് വാഴ വെട്ടാൻ കൊണ്ടുപോയതാണ്, ഞങ്ങള് പിന്നെ മത ന്യൂനപക്ഷങ്ങൾക്ക് ക്ഷൗരം ചെയ്യാൻ കൊണ്ടുപോയതാണെന്നൊക്കെ പിടിപ്പുകളുടെ ന്യായീകരണം പറയുന്നതല്ല. സ്വാമിജി പറഞ്ഞെന്താണ്? ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ട് തന്നെ പോകും. ഈ കഴുത്തിന് മേലെ തല ഇത്ര കാലം കൊണ്ട് നടന്നോളം ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് സ്വയം ജീവനോട് ഇരിക്കെ തന്നെ
തന്റെ പൂർവാശ്രമത്തിനോടും തന്റെ ശരീരത്തോട് പോലും ബന്ധമില്ലാതെ ഇരിക്കപ്പിണ്ടം വെച്ചിട്ടാണ് വിരജാഹോമം നടത്തി വിരജാഗ്നിയിൽ തന്റെ ഭൗതിക ശരീരത്തിന് കാരണക്കാരായ അച്ഛനും അമ്മയ്ക്കും പോലും പിണ്ടം വെച്ചിട്ടാണ് ഒരുത്തൻ സന്യാസിയാവുന്നത്. ഏതൊരുവനാണെങ്കിൽ അവനെ കഠോപനിഷത്ത് വിളിക്കുന്നത് ധീരൻ എന്നാണ്. ആ ധീര ശബ്ദത്തിനർത്ഥം അറിവ്, അറിവിന്റെ മാർഗത്തിൽ ചരിക്കാൻ, എല്ലാം വെടിഞ്ഞും ചരിക്കാൻ കെൽപ്പുള്ളവൻ എന്നാണ്. വിഹായ കാമാന്യ സർവാൻ, എല്ലാത്തരം ആഗ്രഹങ്ങളോടും എല്ലാത്തരം കാമനകളോടും ഗുഡ് ബൈ പറച്ചിലാണ്. ഗുഡ് ബൈ ടു ദ പാസ്റ്റ്, ഗുഡ് ബൈ ടു ദ ഫ്യൂച്ചർ, റിമൈനിങ് ഇൻ ദ പ്രസന്റ്. അതാണ് സന്യാസം. അത്തരത്തിലൊരു സന്യാസിയെ കാണണമെന്ന് കോഴിക്കോട്ടുകാർ വളരെ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. കോഴിക്കോട് പലർക്കും സന്യാസം കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയ്ക്ക് ആത്മീയമായൊരു പൈതൃകവും പാരമ്പര്യവും ഉണ്ട്. അത് കോഴിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം തടസ്സപ്പെടും. അതുകൊണ്ടാണ് തന്റെ അവസാനത്തുള്ള രക്തവും ഭാരതത്തിന് സമർപ്പിച്ച ഭാരതത്തിന്റെ പ്രിയപുത്രി ഇന്ദിരാ പ്രിയദർശൻ നാടിനേകിയതാണ് ഈ കൈപ്പത്തി. അതായത് സന്യാസിയെ ധീരൻ എന്നാണ് നമ്മുടെ ഉപനിഷത്തുകൾ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ ധീരനായ ഒരു സന്യാസിയെ കാണാൻ വേണ്ടി കാത്തിരുന്ന കോഴിക്കോടിന് കിട്ടിയ ഭാഗ്യമായിരുന്നു ചിദാനന്ദപുരി സ്വാമി. ഇപ്പൊ കോഴിക്കോടിന്റെ മാത്രം ഭാഗ്യമല്ല, ദക്ഷിണ ഭാരതത്തിന്റെ മുഴുവൻ ആത്മീയ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് സ്വാമിജി ജൈത്രയാത്ര തുടരുകയാണ്. ഇത് കുറച്ചൊന്നുമല്ല ചില ആളുകളെ അസ്വസ്ഥരാക്കുന്നു. ഇതിന്റെ അസ്വാസ്ഥ്യം എന്താണെന്ന് സ്പഷ്ടമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുമ്പ് കുറച്ച് തമാശയ്ക്ക് പറയാം. നമ്മുടെ സ്വന്തം നാടാണല്ലോ, ഞാൻ കോഴിക്കോട്ടുകാരനാണ്. നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പറയാം. അതായത് ഒരു സ്വാമി ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് പിടിച്ചാൽ, ഒരു സ്വാമി നരേന്ദ്രമോദിയെ കളിയാക്കിയാൽ ആ സ്വാമി നല്ല സ്വാമി. ഒരു സ്വാമി സനാതനധർമ്മത്തിന്റെ കാവൽ ഭടന്മാരായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ ആ സ്വാമി ഇത്തരത്തിലാണ് ഇവിടെ കേരളത്തിന്റെ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന, മതേതരവാദികളെന്ന് അവകാശപ്പെടുന്ന, മതനിരപേക്ഷ കക്ഷികളെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ പ്രചരണം. ചിദാനന്ദപുരി സ്വാമികൾ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പരിപാടിക്ക് പോകുന്നില്ല? സ്വാമിജിയെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് വിളിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. അതായത് സ്വാമിജിയെ വിളിച്ചാൽ സ്വാമിജി ചില ചരിത്രങ്ങൾ പറയും. കയ്യൊന്നും അടിക്കാൻ മടിക്കണ്ട. പ്രതിഷേധ സംഘം പോള എന്ന് പറയുന്നത് എനിക്ക് കൈയടി വേണ്ടിയിട്ടല്ല കേട്ടോ, എനിക്ക് കൈയടി വേണ്ടിയിട്ടല്ല. സ്വാമിജിയുടെ ഒരു പരിപാടിക്കും കൈയടിക്കാൻ സ്വാമിജി സമ്മതിക്കില്ല. പക്ഷെ ഇത് വേദാന്ത പ്രഭാഷണം അല്ല കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് കോഴിക്കോട് നിന്ന് പലർക്കും സന്യാസം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വളയനാട് ക്ഷേത്രത്തിനടുത്ത് വളരെ നല്ല കുടുംബമാണ്. കുറുപ്പിന്റെ മകൻ തുളസിദാസ് സന്യാസത്തിന് പോയിട്ടുണ്ട്. ചിന്മയാമിഷൻ ബ്രഹ്മചര്യാശ്രമം നേടി സന്ദീപ് ചൈതന്യ എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗീതാ പ്രഭാഷണങ്ങൾ നടത്തുകയും ജനശ്രദ്ധ പിടിച്ചുപിടിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അയാളെ ഒരിക്കലും കുറ്റം പറയും. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായതിനു ശേഷമൊന്നുമല്ല നമ്മൾ അയാളെ കുറ്റം പറഞ്ഞത്. അയാൾ പണ്ടേ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പഴമയോട് ഗുഡ് ബൈ പറയാത്ത കുഴപ്പം അയാളുടെ സന്യാസത്തിനുള്ളൂ. പണ്ട് പാർട്ടി ഓഫീസിൽ ചായ വാങ്ങി കൊടുക്കാൻ പോയ അതേ മനോഭാവത്തിൽ ഇപ്പോഴും സംസാരിക്കുന്നത്. എന്നാൽ ചിദാനന്ദപുരി സ്വാമി RSSനെ കണ്ടിട്ടല്ല സന്യാസം എടുത്തത്. ചിദാനന്ദപുരി സ്വാമിയുടെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, M.Com പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാമിജിയുടെ ഉള്ളിൽ നിന്ന് താനേ തന്നെ തന്റെ ജന്മലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രകൃതി അദ്ദേഹത്തെ വിളിച്ചതാണ്. രാമകൃഷ്ണ മഠത്തിലും തുടർന്ന് അഹമ്മദാബാദിലെ വിമലാനന്ദ സ്വാമികളുടെ അടുത്തുമൊക്കെ പോയി പഠിച്ച്, ശാസ്ത്രം പഠിച്ച്, സംസ്കൃത ഭാഷയുടെ ആഴങ്ങളിൽ ചെന്ന് അവിടെ നിന്നെടുത്ത മുത്തും പവിഴവും നമുക്കായി വളരെ ലളിതമായ ഭാഷയിൽ പകർന്നു തന്ന ആചാര്യനാണ്. സ്വാമിജി രാഷ്ട്രീയം പറയാറില്ലെന്നാണ് എൻ്റെ അറിവ്. എവിടെയും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയാറില്ല സ്വാമിജി. പക്ഷെ സ്വാമിജി പറയാറുണ്ട്, ഹിന്ദു സമാജത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നിന്ദിക്കുകയോ അപഹസിക്കുകയോ ചെയ്താൽ സ്വാമിജി സ്പഷ്ടമായി മറുപടി പറയാറുണ്ട്. നിങ്ങൾക്ക് ചിദാനന്ദപുരി സ്വാമിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മൗനിയാക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ ഹിന്ദു സമാജത്തോട് ചെയ്യുന്ന ഈ അവഹേളനം നിർത്തിയാൽ മതി. പിന്നെ സ്വാമിജി നിങ്ങളെ ഒന്നും പറയില്ല. നിങ്ങളത് നിർത്തില്ലല്ലോ. ശബരിമല വിഷയത്തിൽ വരെ നമ്മൾ കണ്ടതെന്താണ്?
നിങ്ങളുടെ സ്വന്തം മന്ത്രിമാര് സന്യാസിമാർ അടിവസ്ത്രം കൊടുക്കാത്തവരെന്ന് പറഞ്ഞു വരുത്തിയവരല്ലേ? അല്ലേ? ഷഡ്ഡിയിടാത്ത ആളുകളാണ് ഹിന്ദു സന്യാസിമാരെന്ന് പരസ്യമായി കളിയാക്കിയ ഒരു മന്ത്രിയില്ലേ ഇടതുപക്ഷത്തിൽ? അതുപോലെ നമ്മുടെ പൂജാരിമാര്, നമ്മുടെ തന്ത്രിമാരെല്ലാം അണ്ടർവെയർ ധരിക്കാത്തവരാണെന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന സാംസ്കാരിക മന്ത്രി നമുക്കുണ്ടായിട്ടില്ലേ? ഇവരൊക്കെ ഏത് പാർട്ടിക്കാരാണ്? ഇവരുടെ രാഷ്ട്രീയമാണ് നമ്മൾ എതിർക്കുന്നത്. ഇവർക്ക് എന്തുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോ സ്വന്തം ഇടവകയിലെ അല്ലെങ്കിൽ സ്വന്തം മഠത്തിലെ കന്യാസ്ത്രീകളെ പലതവണ പല രീതിയിൽ പീഡിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ബിഷപ്പിനോട് ഒരു ഷഡ്ഡി വാങ്ങിച്ചിടാൻ പറയാത്തത്? ബിഷപ്പിനോട് ഷഡ്ഡി വാങ്ങിയിടാൻ പറഞ്ഞതേ ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ പിറ്റേന്ന് പല്ല് തേക്കാൻ പറ്റുന്നില്ല. പറഞ്ഞതിനർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ സംഘടിത മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കിൽ കണ്ണുനട്ട് അവരുടെ എല്ലാ ആട്ടും തുപ്പും സഹിച്ച് അവരുടെ സമൂഹത്തിൽ കന്യാസ്ത്രീകളോട് പോലും ചെയ്യുന്ന അതിക്രമങ്ങളെ ഭയന്ന് അതേപ്പറ്റി ഒരു അക്ഷരം പോലും സ്വന്തം ചാനലിൽ പറയാൻ തയ്യാറില്ലാത്തവർ ഇന്നിപ്പോ എക്സ്ക്ലൂസീവ് ഇറക്കിയിരിക്കുക. കൈരളി പീപ്പിൾ ചാനൽ സ്വാമി ചിദാനന്ദപുരിയെ പറ്റി എക്സ്ക്ലൂസീവ് ആണ്. ചിദാനന്ദൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വാമിയുടെ ഏതോ ഒരു ബന്ധുവാണെന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോയി ഇന്റർവ്യൂ ചെയ്തിരിക്കുകയാണ്. ബന്ധു പറയുന്ന അതിന്റെ തലക്കെട്ട് ഞാൻ വായിച്ചതാണ്. ചിദാനന്ദപുരി സ്വാമിയുടെ പേരിൽ മുൻപും പല കേസുകൾ. എന്തൊക്കെ കേസെന്നറിയോ? ഒരു യുവതിയെ പിടിച്ച് വലിച്ച് ഇഴച്ചു സ്വാമി, ഒരു യുവതിയെ ബലാത്സംഗം ചെയ്തു, ഒരു യുവതിയെ വണ്ടിയിൽ കയറ്റി ചവിട്ടി ഉപദ്രവിച്ചിട്ട് ആ യുവതിയുടെ ഭർത്താവിനെ ഉപദ്രവിച്ചു. ഇങ്ങനെയൊക്കെയാണ് എഴുതിയത്. യുവതി ഇന്റർവ്യൂ പറയുന്നത് എന്താണെന്നറിയോ? സ്വാമി ചെയ്തു എന്നല്ല. യുവതി പറയുന്നത് ഇവിടെ ഈ വീടിന് സ്വാമിക്ക് ഒരു കണ്ണുണ്ട്, ഈ വീട് കിട്ടിയ തിരക്കുള്ള സ്വാമിക്ക് പണ്ടേ ഉണ്ട്. ഞാനൊന്ന് പറയട്ടെ ജോൺ ബ്രിട്ടാസെ, പറഞ്ഞത് കാര്യമില്ലെന്നറിയാം. മാതാ അമൃതാനന്ദമയി ദേവിയെ പോലും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അപഹസിച്ചവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളിൽ നിന്നൊരു മാന്യത പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ ഗോവിന്ദസ്വാമി ബ്രഹ്മചാരിയാവെന്ന് പറയുന്ന പോലെയാണ്. നിങ്ങളിൽ നിന്നൊരു മാന്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. തെമ്മാടിത്തരമേ പറയൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയുന്നത്. ജോൺ ബ്രിട്ടാസെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആ ചാനലിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവണം. ആ ക്രെഡിബിലിറ്റിയാണ് ചാനലിന്റെ മൂല്യം എന്ന് പറയുന്നത്, തെമ്മാടിത്തരം എഴുതലല്ല. ഈ പെൺകുട്ടി, ആ സ്ത്രീ അത് പറയുന്നുണ്ട്, ചിദാനന്ദപുരി സ്വാമിയുടെ ഗുണ്ടകൾ അവർ BJP-ക്കാരാ. ഈ ഗുണ്ടകൾ BJP-യിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഗുണ്ട BJP. അത് ഒരുമിച്ച് ഒരു അച്ചാണ്. RSS ക്രിമിനൽ ഒറ്റ അച്ച ദേശാഭിമാനിക്ക്. അത് വിട്ടിട്ട് പരിപാടിയില്ല. വയോധികയെ കണക്കിൽ വീണ വൃദ്ധയെ RSS ക്രിമിനലുകൾ രക്ഷപ്പെടുത്തിയെന്നാണ്. രക്ഷപ്പെടുത്തിയ നന്മയല്ല, അവർ ക്രിമിനൽ തന്നെയാണ്. എന്താ നല്ല ചെയ്യുന്നത്? അതാണ് രാഷ്ട്രീയ അന്ധത ബാധിച്ച, തിമിരം ബാധിച്ച ഒരു വിഭാഗം. കുറച്ച് തമാശയൊക്കെ പറഞ്ഞേ പറ്റൂ. നേരെ പറഞ്ഞാൽ മനസ്സിലാവില്ല, വളച്ചു പറയണം. അപ്പോ ഈ സ്ത്രീ പറയുന്നത് സ്വാമിയല്ല, സ്വാമിയുടെ ഗുണ്ടകളാണ്. അപ്പൊ തലക്കെട്ടിലുള്ളത് തെറ്റ്. സ്വാമിയല്ല പെൺകുട്ടിയെ വലിച്ചടിച്ചത്, സ്വാമിയല്ല പോയി ഭീഷണിപ്പെടുത്തിയത്, സ്വാമിയുടെ ഗുണ്ടകളാണ്. അങ്ങനെ സ്വാമിയുടെ ഗുണ്ടകൾ പെട്ട ഒരാളാണ് ഞാൻ. ഉണ്ണിയേട്ടൻ, രാജേഷ് നാഥ് ഇതൊക്കെ സ്വാമിയുടെ ഗുണ്ടകളാണ്. എന്താണെന്നറിയോ? നമ്മൾ ഗുണ്ടകളെ ആവുള്ളൂ. നമുക്ക് ഇനിയിപ്പോ നൊബേൽ പ്രൈസ് സമാധാനത്തിൽ കിട്ടിയാലും ദേശാഭിമാനിയിൽ ഗുണ്ടന്നെ വരുള്ളൂ. അതിനപ്പുറം അവരൊന്നും പ്രതീക്ഷിക്കണ്ട. ഇപ്പൊ കൈരളി ചാനൽ, പീപ്പിൾ ചാനൽ കൊടുത്തിരിക്കുകയാണ്. ഈ പെൺകുട്ടി പറയുകയാണ് സ്വാമിയുടെ ഗുണ്ടകള് തൊട്ടടുത്ത വീട്ടില് ഒരു വീട് വാടകയ്ക്കെടുത്ത്, 2 വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുക, ഇവരെ ഇവിടുന്ന് പുറത്താക്കാൻ. എന്നിട്ട് വേണം ഈ സ്ഥലം, ഈ 10 സെന്റ് സ്ഥലവും വീടും കഴിക്കാനൊക്കെ മലാപ്പുറം സ്വാമിക്ക്. ഇടയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദക്ഷിണ ഭാരതത്തിൽ എന്നല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സ്വാമി ചിദാനന്ദപുരിക്ക് സ്ഥലവും വീടും സ്വത്തും കൊടുക്കാൻ വേണ്ടി ആയിരക്കണക്കിന് പേർ പിന്നാലെ നടന്നിട്ടും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്ന സന്യാസിവര്യനാണ് സ്വാമി ചിദാനന്ദപുരി. നിന്റെ 10 സെന്റ് സ്ഥലം പോണവും വാങ്ങേണ്ട ഗതികൾ സ്വാമിക്കില്ല. അതിനുവേണ്ടി RSS ഗുണ്ടകളെ അടുത്ത് ചെലവും ചെയ്ത് കൊടുത്ത് താമസിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഹിന്ദു സമാജത്തിൽ സ്വാമിജിയെ പറ്റി ഒരു അങ്കലാപ്പ് സൃഷ്ടിക്കാമെന്നായിരിക്കും. പക്ഷെ ഇത് ഞങ്ങളെ കൂടുതൽ ശക്തരാക്കുകയുള്ളൂ. This will consolidate us and we will follow Swamiji more vehemently. ഇത് മനസ്സിലാക്കിക്കോ. ഇതിന്റെ മറുപുറം പറയാം. എന്നിട്ട് ഈ കുട്ടി പറയാണ്, എന്റെ ഭർത്താവിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ ആ ഗുണ്ടകൾ കയറി വരുന്നു. അല്ല, ഇത് BJP-ക്കാരെന്ന് എങ്ങനെ മനസ്സിലായി? വാടകയ്ക്ക് എടുത്തത് BJP-ക്കാരെന്ന് എങ്ങനെ മനസ്സിലായത്? അവരവിടെ ഗണഗീതം പാടിയോ? അവിടെ ശാഖ നടത്തുക. ആ വാടക വീട്ടിന് മുമ്പിൽ ധ്വജം പോയ ഭഗവത് ധ്വജത്തിൽ പിന്നെ പ്രണാം ചെയ്തവർ അത് റൂട്ട് മാർച്ചാട്ടെ ഇവിടെ. ഇത് BJP എങ്ങനെ മനസ്സിലായത്? ഇത് ബ്രിട്ടാസ് പറഞ്ഞെടുത്ത
വെറുതെ ഗുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ഷൻ സമയമല്ലേ, ഒരു എഫക്ട് ഉണ്ടാവില്ല. വെറുതെ ഗുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, BJP ഗുണ്ടെന്ന് തന്നെ പറയും. എന്നാൽ അസൽ BJP 916 ഗുണ്ട. അങ്ങനെ 10 ഗുണ്ടകൾ അവിടെ താമസിക്കുകയാണ്. ഇവർ കാത്തിരിക്കുക, സമയം കാത്തിരിക്കുക, വന്ന ഉടനെ കയറി അടിക്കരുത്. അവർ വീടൊക്കെ കാശ് കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് വാടകയ്ക്ക് എടുത്ത് നിൽക്കുകയാണ് അവിടെ. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണേ. ഞാൻ വിചാരിച്ചു ഇമാതിരി മാമാപ്പണി ചെയ്യുന്നതിന് മനോരമയാണ് മുമ്പിൽ നിന്നാണ്. പീപ്പിൾ അതിലേക്ക് കവച്ചു വെട്ടി കഴിഞ്ഞു. മനോരമയെക്കാളൊക്കെ എത്രയോ വലിയ സാഹിത്യകാരന്മാരാണ് മനോജിന്റെ ആളുകൾ. മനോജല്ലേ റെസിഡന്റ് അടിക്കും ദേശാഭിമാനി. അപ്പോ ഇവര് സുപ്രഭാതത്തിൽ കയറി വരികയാണ്. ഇയാളുടെ ഭർത്താവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കും. ഇവർ ഈ സ്ത്രീയെ പിടിച്ചു വലിച്ച് റോഡുമേലെ കൊണ്ടുപോയി ജീപ്പിൽ ചവിട്ടി കയറ്റി അങ്ങനെ സഞ്ചരിച്ചു വരുമ്പോ എവിടെയാണ് വെസ്റ്റീലിൽ വെച്ചിട്ട് പാർട്ടിയുടെ പ്രവർത്തകർ തടഞ്ഞു വരെ രക്ഷപ്പെടുത്തി. എന്താ മലാപ്പുറം DYFI ഇല്ലേ? ഇത്രയും ദിവസം BJP കൊണ്ടുപോയി തൊട്ടടുത്ത് ശാഖ നടത്തി നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവർ ആക്രമിക്കാൻ വരുന്നത്. ഈ കള്ളക്കഥയൊക്കെയാണ് ഇന്ന് വന്ന ലേറ്റസ്റ്റ് ന്യൂസ് ആണ്. കൈരളി പീപ്പിളിന്റെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഈ ചാനൽ ഇപ്പോൾ ആരെയും കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്. രാമായണം ഇല്ലെങ്കിലും മഹാഭാരതം ഇല്ലെങ്കിലും വേദത്തിനെ പറ്റി പരിപാടി ഇല്ലെങ്കിലും അതിൽ ഇശനിലാവ്, പട്ടുറുമാല്, മാപ്പിള സംഗീതം, ദഫുമുട്ട് ഇതൊക്കെ നിറഞ്ഞു കാണാം. ഞാൻ വെച്ച് ചാനൽ മാറിപ്പോയി. വല്ല ദർശന TV മറ്റാണോ? അല്ല, പീപ്പിളാ, കൈരളി പീപ്പിൾ. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതൊക്കെ അവിടെ നടക്കും. ഈ ഇടതുപക്ഷത്തെ നമ്മൾ എതിർക്കാനുള്ള ഒരേ ഒരു കാരണം, നിങ്ങൾ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ ഹിന്ദുക്കൾക്ക് ഒരു മതമുണ്ടെന്നും അവർക്ക് ആചരണമുണ്ടെന്നും അവർക്കും വിശ്വാസമുണ്ടെന്നും അവർക്കും വിശ്വാസങ്ങൾ പ്രിയപ്പെട്ടതാണെന്നും ജീവൻ തുല്യമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളെ വെറും വോട്ട് ബാങ്കുകൾ മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ജാതി തിരിച്ചുകൊണ്ടാണ് ഉപയോഗിച്ചിരുന്നു. ഒരു വാർഡിൽ നായന്മാർ കൂടുതലാണെങ്കിൽ അവിടെ നായർ സ്ഥാനാർത്ഥി CPM നിർത്തുള്ളൂ. BJP ചിലപ്പോൾ ഈഴവനൊക്കെ നിർത്തും. അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഇപ്പോ പത്തനംതിട്ടയില് CPM വോട്ട് ചോദിക്കുന്ന എങ്ങനെയെന്നല്ല, നായർ വീടുകൾ മന്നത്ത് പത്മനാഭന്റെ ചിത്രം വെക്കും. അവിടെ ഇവിടുത്തെ മാരിയൊന്നല്ല, അവിടുത്തെ അഭിമാനി നായന്മാരാണ്. പേരിലൂടെ നായർ ചേർത്തേ പറയുള്ളൂ. കുട്ടൻ നായർ, മഹേശ്വരൻ പിള്ള എന്നൊക്കെ പറയുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നും പറയില്ല നമ്മുടെ നാട്ടിൽ. കയറി ചേർന്ന് CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ആൾ പറയുകയാണ്, അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, മന്നത്ത് പത്മനാഭനൊക്കെ എത്ര വലിയ മനുഷ്യനാ, പിന്നെ വലിയ മനുഷ്യനല്ലേ, പിന്നെ നമ്മുടെ സുകുമാരൻ നായർ എത്ര വലിയ മനുഷ്യൻ, പിന്നെ വളരെ വലിയ മനുഷ്യനല്ലേ. നിങ്ങൾ ഇപ്രാവശ്യം വോട്ട് കൊടുക്കാൻ പോകുന്ന BJPയുടെ സ്ഥാനാർത്ഥി ഏതാ ജാതി എന്നറിയോ? ഏതാ ജാതി? ഈഴവനാണ്. ഇവിടെ തീയെന്ന് പറഞ്ഞ അവിടെ ഈഴവനാന്ന് പറഞ്ഞു. ഉടനെ അവർ അയ്യോ ഇത് പറഞ്ഞത് വളരെ നന്നായി കേട്ടോ, ഇവൻ ഈഴവനാ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇതിന് പകരം വോട്ട് കൊടുക്കേണ്ടത് വീണ മേനോനാണോ അതോ ആന്റോ നായർക്കാണോ? കോൺഗ്രസിന് ആന്റോ നായർക്കാണോ വോട്ട് കൊടുക്കേണ്ടത് അതോ CPM-ന് വീണ മേനോനാണോ? ക്രിസ്ത്യാനിക്ക് വീണ ജോർജിനോ ആന്റോ ആന്റണിക്കോ കൊടുക്കുന്നതിന് ഭേദം ഈഴവനായിട്ടുള്ള ഹിന്ദുവിന് കൊടുക്കുന്നതെന്ന് അവിടുത്തെ ഹിന്ദുക്കൾ തീരുമാനിച്ചു. ഇതാണ് സത്യം. ഈ സാഹചര്യം മുതലെടുക്കാൻ നോക്കണം. ജാതി പറഞ്ഞോളെ വലിയ PK പ്രേംനാഥ് പറഞ്ഞ ആരാന്നറിയോ? പണ്ട് കോഴിക്കോട് ജില്ലയിൽ ഈ പ്രത്യേക തരത്തിൽ മകാരം മാപ്പ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. മകാരത്തിൽ മാത്രമായിട്ട് ഒരുപാട് നേരം സംസാരിക്കും. ഇങ്ങനെ പ്രാസം ഒപ്പിച്ച് പ്രാന്ത് പറയുന്ന ആളാണ് പ്രേംനാഥ്. ആ PK പ്രേംനാഥാണ് ഈ നാട്ടിൽ വന്നിട്ട് ഈ നാടിന്റെ ഊടും പാവുമായിരിക്കുന്ന സ്നേഹത്തെയും ദയയും കാരുണ്യത്തെയും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വേദാന്തം പഠിപ്പിച്ച മഹാനായ സന്യാസി വരിനെ തെറി പറഞ്ഞിട്ട് പോയത് അദ്ദേഹത്തിന്റെ അച്ഛനെ പോലും പിടിച്ചത്. എന്നിട്ട് ഈ നാട്ടുകാർ ചിരിച്ചോണ്ട് മിണ്ടാതെ നിന്നല്ലോന്നാണ് എനിക്ക് അത്ഭുതം. സ്വാമി ചിദാനന്ദപുരി ആരാണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർവാശ്രമം അല്ലാതറിയേണ്ടത്. അദ്ദേഹം സന്യാസാശ്രമത്തിൽ ഇരുന്ന ശേഷം എന്ത് ചെയ്തു എന്നാണ്. നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുള്ള സജീവാനന്ദഗിരി ഉണ്ടല്ലോ, ആ ചരിത്രമൊക്കെ മുമ്പ് ഇതിനൊക്കെ എത്രയോ മുമ്പ് മീനങ്ങാടിയിലും മാനന്തവാടിയിലും വയനാട്ടിലും കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കൂടുതൽ പറയിപ്പിക്കരുത്. എന്തൊക്കെയായാലും നിങ്ങൾ ഒരിക്കലും ചിദാനന്ദപുരി സ്വാമിയെ ബർമുഡയും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് പെണ്ണുങ്ങളെ തോളത്ത് കൈയിട്ട് കാണില്ല. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. എന്നിട്ട് അത് സന്യാസമാണെന്ന് പറയാം, അവൻ സന്യാസിയാണെന്ന് പറയാം, അയാൾ കേവനാണെന്ന് പറയാം. വേദാന്ത പണ്ഡിതനും ഒന്നാം തരം സന്യാസിയും ധീരനുമായ ചിദാനന്ദപുരി സ്വാമിയെ പറ്റി ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാം. എത്ര കാലം നിങ്ങൾ കള്ളം പറയും. എന്തോ ഭാഗ്യത്തിന് സ്വാമിയുടെ ജാതി പ്രാവശ്യം പറഞ്ഞില്ല, മറന്നുപോലെ. സത്യനാഥൻ നായരെന്നോ അദ്ദേഹത്തിന്റെ അച്ഛനെ വിശ്വനാഥൻ നായരൊന്നും വിളിച്ചില്ല. ഭാഗ്യത്തിന് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ജാതിബോധത്തെ ഊട്ടിയുറപ്പിക്കാനും ഹിന്ദുക്കളെ ജാതി സ്വത്വങ്ങളെ തിരിച്ചു നിർത്താനും തമ്മിലടിപ്പിക്കാനും അറിയാമെന്നും ഇലക്ഷൻ കാലം വരുമ്പോൾ അത് ചോരയുട്ടിക്കൊടുത്ത് ഹിന്ദുവിന് വേണ്ടി യാതൊന്നും ചെയ്യാതിരിക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. വീണ ജോർജിന്റെ ആവശ്യം എന്താണ്? പത്തനംതിട്ടയിൽ ജയിച്ചു വന്നാൽ ഉടനെ എയർപോർട്ടിലുള്ള പണി തുടങ്ങാം.
ആന്റോ ആന്റണിയോ എന്ത് ജയിച്ചാലും ഒന്നും ചെയ്യാണ്ട് അത് കോൺഗ്രസ്സുകാർക്ക് സഹജമാണ്. കോൺഗ്രസ്സുകാരൻ 50 ഉറുപ്പിക എടുത്താല് 49 ഉറുപ്പിക മുട്ടടിക്കും. അതുകൊണ്ട് അവിടെ ഇവിടെയും അത് തന്നെ സ്ഥിതി. ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശങ്കരാടി പണ്ട് പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. കേന്ദ്രത്തിൽ പോകുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഒന്നിക്കുകയാണ്, ഭായ് ഭായ്. വയനാട്ടിലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഇവിടെ കിടന്നിട്ട് CPM-നെതിരെ ആക്രോശിക്കുമ്പോൾ അയാൾ തിരുനെൽവേലി പ്രസിഡന്റിന് പോകുമ്പോൾ എന്താ പറയുന്നത്? CPM-ന് വോട്ട് ചെയ്യുന്ന പറയുന്നത്. ഇത്രയ്ക്ക് ഗതികേട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദിയാണ്. കാരണം അങ്ങേരുടെ പൊളിറ്റിക്സും രീതികളൊക്കെ ഒന്ന് വ്യത്യാസമാണ്. സാധാരണ ഇവിടെ ഭാരതത്തിൽ കണ്ടുവരുന്ന രീതിയിൽ മെല്ലപ്പോക്കും നയമൊന്നുമില്ല. ഇപ്പൊ വലിയ ബിൽഡിംഗ് പൊളിക്കണം വെച്ചാൽ നരേന്ദ്രമോദി ഓരോ റൂമായിട്ട് പൊളിക്കുകയല്ലേ, ഒന്നായിട്ട് പോകുമ്പോട്ട് പൊട്ടിക്കുകയും. കോൺഗ്രസിന്റെ വലിയ അഴിമതിയുടെ വലിയ രമ്യഹർമ്മ്യം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യപരമായി എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് വലിയ ശക്തിയായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വന്നു. അതിന്റെ അടിസ്ഥാനപരമായ ആശയമായ ഹിന്ദുത്വം നമ്മുടെ നാട്ടിലെ ഋഷി പരമ്പരയ്ക്കും ഗുരു പരമ്പരയ്ക്കും കൊടുക്കുന്ന മാന്യതയും ബഹുമാനവും ഇവിടെ ഇല്ലാതായാൽ ഒരു പക്ഷെ ഇവിടെ കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, എന്താണ് ചിദാനന്ദപുരി സ്വാമി എന്ന് പറഞ്ഞാൽ RSSന്റെ സ്വാമി. RSS സന്യാസം കൊടുക്കുന്നതിന് അതിലില്ല. സന്യാസം എടുക്കാൻ വേണ്ടി ത്യാഗിയായി അഖണ്ഡാനന്ദ സ്വാമികളുടെ ശിഷ്യനായിരുന്ന മാധവ സദാശിവ ഗോൾവാൾക്കർ എന്ന് പറഞ്ഞ മഹാൻ കോളേജ് അധ്യാപകനായിരുന്ന അദ്ദേഹം ഒന്നാം തരം ലൂക്രേറ്റീവ് സാലറി ഒക്കെ മാറ്റിവെച്ച് വിവേകാനന്ദ സ്വാമികളുടെ സബ്രഹ്മചാരിയും ശ്രീരാമകൃഷ്ണ ശിഷ്യനുമായിട്ടുള്ള അഖണ്ഡാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ പോയി തപോവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലത്ത് സന്യാസ ദീക്ഷയ്ക്ക് ആഗ്രഹം വന്നിട്ട് അഖണ്ഡാനന്ദ സ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ്, സ്വാമിജി എനിക്ക് സന്യാസം തന്നാലും. ഒരു സന്യാസം എടുക്കാനുള്ള സർവ്വയോഗ്യതകളും മനസ്സിന്റെ നിയന്ത്രണവും ഏകാഗ്രതയും ശരീരത്തിന്റെ പുഷ്ടിയും എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും ശ്രീ ഗുരുജിയെ നിരുത്സാഹപ്പെടുത്തിയിട്ട് അഖണ്ഡാനന്ദ സ്വാമി പറഞ്ഞ ഒരു വാക്യമുണ്ട്, എനിക്ക് തോന്നുന്നത് നീ സമാജ സേവയ്ക്ക് വേണ്ടി പോകുമെന്നാണ്. I think you will go and serve the nation. ഈ രാജ്യത്തെ ഈ രാഷ്ട്രത്തെ ഒന്നിപ്പിക്കുന്ന വിധം സേവനം ചെയ്യാൻ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിന്റെ സന്യാസം കർമ്മസന്യാസമാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥൻ ചെയ്യുന്ന സന്യാസത്തെക്കാൾ ഒരുപടി മേലെ നിൽക്കുന്ന ത്യാഗിയുടെ സന്യാസമാണ്. അതിന് വേഷഭൂഷാദികളൊന്നും വേണ്ട. അങ്ങനെ ഉള്ളിൽ സന്യാസം കാത്തു സൂക്ഷിച്ച മാധവ സദാശിവ ഗോൾവാൾക്കർ എന്ന് പറയുന്ന ശ്രീ ഗുരുജിയുടെ കൂടെ സങ്കല്പമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ സന്യാസിമാരെ ഉൾക്കൊള്ളാൻ കഴിയും. നിങ്ങളുടെ പരിപാടി എന്താ? സന്യാസി ചെട്ടിയിട്ടിട്ടോ നോക്കല്ലേ? ഇപ്പൊ നിങ്ങളുടെ എന്താ സുരക്ഷ? നിങ്ങളുടെ അടുത്ത് സന്യാസിക്ക് നിൽക്കണമെങ്കിൽ നിങ്ങളോളമെങ്കിലും തെമ്മാടിയാവട്ടെ. എങ്ങനെയാ തെമ്മാടിയാവുക? മാനവികത എന്നൊരു സ്ഥലത്ത് പറയും. മാനവികത പറഞ്ഞ മനുഷ്യ മൂല്യങ്ങളെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, കഷ്ടപ്പെട്ടവന് കൊടുക്കുക, ഇതൊക്കെയാണ് കമ്മ്യൂണിസം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്നൊരു പുസ്തകമുണ്ട്, വലിയ പുസ്തകമാണ്. ആ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും കമ്മ്യൂണിസം ഒരു നല്ല പ്രത്യയശാസ്ത്രമാണെന്ന് ചിന്തിക്കുക പോലുമില്ല. കംബോഡിയയിലൊക്കെ തലയൊട്ടികൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കാൻ കാരണം കംബോഡിയയിലെ അന്നത്തെ ഭരണാധികാരി കമ്മ്യൂണിസ്റ്റിലേക്ക് തന്നെ രാജ്യത്തെ മാറ്റിയതുകൊണ്ടാണ്. അങ്ങനെ ലോകം മുഴുവൻ എവിടെ എവിടെ കമ്മ്യൂണിസം വന്നിട്ടുണ്ടോ അവിടെ എവിടെയൊക്കെ നരഹത്യ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. ഇന്നിപ്പോ നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകളെ വെട്ടിക്കൊല്ലുന്ന, അതായത് കൊടുവാഴും മടവാളൊക്കെ എടുത്തിട്ട് വെട്ടിക്കൊല്ലുക. നമ്മുടെ രാജേഷ് കൊണ്ടുപോയില്ലേ ഈ സ്കൂട്ടറിൽ വാഴാട്ട്, ആ വടിവാളും കൊടുവാളൊക്കെ എടുത്ത് മനുഷ്യന്റെ പച്ചയിറച്ചി വെട്ടി അവൻ കരയുന്നത് കേട്ട് ആസ്വദിച്ച് അതിനുശേഷം ആ ക്രിമിനലുകൾക്കൊക്കെ ചെല്ലും ചിലവ് കൊടുത്ത് ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ ആസ്വദിക്കാൻ വിടുന്ന ഒരു മനഃശാസ്ത്രമുണ്ട്. അതിന്റെ പേരാണ് കമ്മ്യൂണിസം. അങ്ങനെയൊക്കെ ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന വളരെ ദയാലുക്കളായിട്ടുള്ള നേതാക്കന്മാർക്ക് മാത്രമേ മനുഷ്യസ്നേഹി അവാർഡ് കിട്ടുള്ളൂ. ചിദാനന്ദപുരിക്ക് കിട്ടൂല. മനസ്സിലായി? അടുത്ത് കിട്ടിയതായിട്ട് മനുഷ്യസ്നേഹി അവാർഡ് ജയരാജന് കൊടുത്ത പി ജയരാജൻ മനുഷ്യസ്നേഹി അവാർഡ് എന്തിന്റെ പേരില കൊടുത്ത്? ചിദാനന്ദപുരി സ്വാമിന്റെ പേര് വേണമെന്ന് പറയുന്ന കാര്യമില്ല. ചിദാനന്ദപുരി സ്വാമിന്റെ മാതിരി വീടിലാക്കി കൊടുക്കുക, തന്നെ കാണാൻ ഏത് പാതിരാത്രിക്ക് ആര് വന്നാലും അവരെല്ലാം സമാശ്വസിപ്പിച്ചു വിടെ. ഇതൊന്നുമല്ല മനുഷ്യ സ്നേഹത്തിന് വേണ്ട. എന്താ ചെയ്യേണ്ട അറിയോ? ഇന്നത്തെ ദിവസം തന്നെ ഇത് പറയണം. ഇന്നത്തെ ദിവസമാണ് കാസർഗോഡ് ശബരിമല കർമ്മസമിതിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ കോൺഗ്രസ്സുകാരനായതിന്റെ പേരിലല്ല കൊല്ലപ്പെട്ടത്.
കോൺഗ്രസ്സുകാരായാലും ഒരു കൊല്ലപ്പെടുള്ളൂ, കാരണം അത് ഭായി. ശബരിമല കർമ്മസമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാർക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജാഥ സംഘടിപ്പിക്കുകയും ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള കൃപേഷിനും ശരത്തിനും ജയരാജൻ അവാർഡ് കൊടുത്തിരുന്നല്ലോ. എന്താ അവാർഡ് കൊടുത്തു? തലയൊട്ടി ഒറ്റ വെട്ടിന് 2 കഷ്ണം. സിദ്ധനാണ്, വലിയ സിദ്ധൻ. ഒരു മനുഷ്യ ശരീരത്തെ കൊത്തി നുറുക്കി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നികൃഷ്ടമായ പ്രത്യയശാസ്ത്രം. ഒരു മനുഷ്യ ശരീരത്തെ കൊത്തി നുറുക്കി ഇല്ലായ്മ ചെയ്യുക എന്ന നികൃഷ്ടമായ പ്രത്യയശാസ്ത്രം. അതുപോലെ തന്നെ ശരത്തും. ഈ 2 കുട്ടികളും വളരെ പാവപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. കൃപേഷിന് വീടില്ല. ഒറ്റ മുറിയിൽ ആ പെങ്ങന്മാരും അച്ഛനും അമ്മയും മകനും കിടക്കുന്നു. ഓലപ്പുരയാണ്. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉളുപ്പുണ്ട്. ഇന്നാണ് വീടുണ്ടായിക്കോട്ടെ, ഇന്നാണ് താക്കോൽദാനം നടത്തിയത്. ആ കുട്ടിക്ക് കരയാണ്. ഈ കോൺഗ്രസിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് നടന്നിട്ട് ഇവർ കൊല്ലപ്പെട്ടിട്ട് അതിനുശേഷം ഇപ്പോഴാണ് അങ്ങനെയാണ് അവന്റെ വീട് ഇവർ തിരിച്ചറിയുന്നത്. ആ സമയത്ത് ഇവരുടെ നേതാവ് എന്താ ചെയ്യുന്നത്? നേതാവ് എന്ന് പറഞ്ഞാൽ പോലെ ദത്താത്രേയ ബ്രാഹ്മണനാണ് കേട്ടോ, സാധാരണ ആളല്ല. ദത്താത്രേയ ബ്രാഹ്മണനാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഇന്നലെ കഴിച്ചത് വയനാടൻ ചിക്കൻ ഫ്രൈ ആണ്. എന്റെ അറിവിൽ അങ്ങനെ ഒരു ബ്രാഹ്മണൻ ചെയ്യില്ല, ഇത്ര പരസ്യമായിട്ട് ചെയ്യില്ല. ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ ദത്താത്രേയ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണരുടെ പോയി പ്രസംഗിച്ചിട്ട് ഇവിടെ വയനാട്ടിൽ വന്ന് സുഖമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴാണ് കാണുന്നത്? അത് പത്രത്തിൽ കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായി നിങ്ങൾക്ക് വേണ്ടി മരണം വരെ വരിച്ച കൃപേഷിനും ശരത്തിനും ഇന്നാണ് ഒരു വീടുണ്ടായത്. ഒന്ന് കുളിക്കാൻ ഒരു കുളിമുറി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദിജി വളരെ കക്കൂസ് ഉണ്ടാക്കി തരാന്ന്. അതെങ്കിലും വാങ്ങി കൊടുക്കൂടായിരുന്നു മാനുണ്ടെങ്കിൽ. നരേന്ദ്രമോദി കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാറ്. ഇവർക്ക് കളിയാക്കാനുള്ള കേരളത്തിൽ വലിയ കളിയാക്കല. ഒരു വീട്ടിൽ 4-5 കക്കൂസ് ഉണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയുന്നത്. എന്നാൽ കക്കൂസ് ഇല്ലാത്ത വീടുകൾ കേരളത്തിലുണ്ടെന്ന് ജനങ്ങൾ അറിയിച്ചത് ജയരാജന. അതിന്റെ പേരിലാണ് മനുഷ്യ സ്നേഹി അവാർഡ് കൊടുത്തത്. ഇത് വെട്ടിക്കൊന്നുകൊണ്ടാണല്ലോ അവിടെ വീട്ടിലേക്ക് പത്രക്കാർ പോയത്. അവിടെ കക്കൂസിന്റെ ഒളിവുകളിൽ കിടപ്പുമുറി പോലുമില്ല. പെൺകുട്ടികൾ, പ്രായം വെച്ച പെൺകുട്ടികൾക്ക് വസ്ത്രം മാറാനുള്ള സ്വകാര്യതയില്ല. കാസർഗോഡാണ് വിപ്ലവത്തിന്റെ കൊട്ടി ഇങ്ങനെ പാറി പാറി കീറുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, സന്യാസി രാഷ്ട്രീയം പറയരുതെന്നാണ് ഇവിടെ തിപ്പൂര. സന്യാസി എന്ത് ചെയ്യണം? ജപിച്ചുകൊണ്ട് എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരുന്നോളണം. മൂലയ്ക്ക് ഇരുന്നിട്ടും കാര്യം. അങ്ങനെ സന്യാസി തലശ്ശേരി ഇരുന്ന് മനു എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മചാരി. ആ ബ്രഹ്മചാരി ഒരാൾ ആർക്കും വിഷമുണ്ടാക്കാതെ നല്ലൊരു ലൈബ്രറി ഒക്കെ ആയിട്ട് വായനയൊക്കെ ആയിട്ട് അയാളുടെ ശല്യമില്ലാതെ കൂടുന്ന സമയത്ത് ഇവരെന്താ ചെയ്തത്? സന്തോഷ് മാധവൻ, കൊടിയേരി ബാലകൃഷ്ണൻ ബാലേട്ടൻ എന്ന് വിളിക്കാൻ മാത്രം അടുപ്പുള്ള ആളാട്ടോ സന്തോഷ് മാധവൻ. നമുക്കൊന്നും അറിയൂല, കണ്ടിട്ടും കൂടിയില്ല. ബാലേട്ടന്റെ സ്വന്തം സന്തോഷ് മാധവൻ അറസ്റ്റായ സമയത്ത് ഇവിടെ ഡിവൈഎഫ് നാടകം നടത്തിയിരുന്നു. സന്യാസാശ്രമങ്ങളിലേക്കൊക്കെ ജാഥ. എന്നിട്ട് അതൊക്കെ തച്ചു തകർത്ത്, അങ്ങനെ തച്ചു തകർത്ത് അയാളെ മുടിയും വിട്ടിട്ട് അയാളെ ഓടിച്ചട്ടിച്ചോടിച്ചൂടെ അങ്ങനെ ചെയ്തത്. അങ്ങനെ ചിദാനന്ദപുരി സ്വാമിയുടെ മുടി വെട്ടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വരാൻ കേട്ടോ. ആശ്രമത്തിൽ അത്രയും പൈസ ചെലവ് കുറയല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് കൈ ഉയർന്നാണല്ലോ. വലിയ അപകടമായി, വലിയ അപകടമായി. ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെന്താ വിചാരിച്ച് ശബരിമല അയ്യപ്പനെ തോണ്ടി ഒന്നും നടക്കൂലെന്നല്ല വിചാരിച്ച്? നിങ്ങൾക്ക് ആകെ കേൾക്കാൻ പറ്റിയത് ടോസ് അടിച്ച് നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന രണ്ടെണ്ണത്തിനല്ലേ? ഇരുട്ടത്ത് പുലർച്ചെ 3:50 ഫോറസ്റ്റിന്റെ ആംബുലൻസ് വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. മൃഗങ്ങളെ കൊണ്ടുവന്നാണ് എന്റെ അഭിപ്രായം, അല്ലേ? ഫോറസ്റ്റ് അങ്ങനെ തന്നെ കൊണ്ടുവന്നു. ഉചിതം, യുക്തം. പുലർച്ചെ കൊണ്ടുവന്ന് നമ്മുടെ കേരള പോലീസ് പുലർച്ചെ 3:50 കൊണ്ടുവന്ന് ആ ഭക്തന്മാർ ആരോടെ നിന്ന് ചോദിച്ചത്, എന്താ സാറന്മാരെ കൊണ്ടുവന്നത്? ഇത് ആണും പെണ്ണും കേട്ടതാണ്. അങ്ങനെ പറഞ്ഞു, ട്രാൻസ്ജെൻഡർ എന്ന് പറയുക. ഇത് ആണും പെണ്ണും കെട്ടതിനെ കൊണ്ടുപോകാണ്. ആരാ ഓർഡർ തന്നത്? അതും ആണും പെണ്ണും കേട്ടതാണ്. ഇപ്പൊ മൂപ്പരുടെ ഐശ്വര്യം നോക്കണം. മൂപ്പര് വന്നേ പാടെ നല്ല 1-ാം തരം വെള്ളം കിട്ടിയില്ലേ? നിങ്ങൾക്കൊക്കെ ടെറസിന് മുകളിൽ നീങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ സാധിച്ചില്ലേ? അതെല്ലാം ശരിയാക്കി തരുന്നത്. ജലം ഇങ്ങനെ ഒഴുകിയിട്ട് പരന്നിട്ട് വീടിന്റെ ടെറസിൽ കൂടെ ഇങ്ങനെ പോവുക, അല്ലേ? അടുത്ത വീട്ടിലെ കാറൊക്കെ നമ്മളെ പെരപ്പുറത്ത് കൂടെ പോവുക, അല്ലേ? രാത്രി ഈ വീട്ടിൽ കിടന്നുറങ്ങി അടുത്ത വീട്ടിൽ അക്കോസിന് അനിച്ചത്. ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ശുദ്ധമാക്കിയത് പിണറായി വിജയനാണ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത്രയും കാരുണ്യവാനായ ഒരു മനുഷ്യൻ. അതുപോലെ എം എം മണി പറയാണ്ടിരിക്കാൻ പറ്റും. പ്രസംഗത്തിന് മുമ്പേ പറഞ്ഞ നമുക്കൊരു സമ്മാനക്കാരാണ്. എം എം മണി എന്താ ചെയ്തത്?
12 മണിക്ക് ഡാം തുറക്കും. ആ മൂപ്പരെന്നെ നോക്കിയിരിക്കുക, ഡാം മുല്ലപ്പെരിയ തന്നെ നിറഞ്ഞ് തുളുമ്പാൻ കൂടെ ഉള്ളൂ, ഫുള്ളായി. ഇതിനു മുമ്പ് ശബരിമല സീസൺ വരുമ്പോൾ ഇവർ പറഞ്ഞുണ്ടാക്കിയിരുന്നത് മുല്ലപ്പെരിയാറിന്റെ ശക്തി പോരാ, എഴുതും വലുതും പറഞ്ഞതാ. മുല്ലപ്പെരിയാറിന്റെ ശക്തി പോരാ, അതിപ്പോ പൊട്ടും. എറണാകുളം ഇല്ലാണ്ടാവും, പത്തനംതിട്ട ഇല്ലാണ്ടാവും, കൊല്ലം ജില്ലയിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞത്, കോട്ടയം ഇല്ലാണ്ടാവുന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ മുല്ലപ്പെരിയാർ മുഴുവൻ പൂർണ്ണ ഗർഭിണിയായിട്ട് പോലും ഗർഭഛിദ്രമോ അലസലൊന്നും ഉണ്ടായില്ല. അപ്പൊ സാറ് ഇത് വിവരമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവര് പറഞ്ഞു സാറ് ഇത് തുറന്നു വിട്ടിലെ പ്രശ്നമാണ് കേട്ടോ, ഇതിപ്പോ നിറഞ്ഞു വല്ലാണ്ട് നിറഞ്ഞല്ലോ, അതൊന്നും പ്രശ്നമാക്കണ്ട, നമുക്കിത് മുള്ളായിട്ട് നിറയട്ടെ, ഇത് മൊത്തം കറണ്ടാക്കിയിട്ട് തമിഴ്നാടിനും കർണാടകയ്ക്ക് വിറ്റിട്ട് പൈസക്കാരാണ്, എമ്പാടും പൈസ എണ്ണാല്ല. മാനത്തെ ചന്ദ്രനത്തെ ഒരു പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാൻ കണ്ടാ സമയം. അങ്ങനെ എന്തിനു പറയുന്നത്, അപകടം വല്ലാതെ കൂടും, മഴ നിൽക്കുന്നില്ല എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഉടനെ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, തുറന്നു വിടാം. എപ്പോഴാ തുറക്കുക? 12 മണിക്ക് തുറക്കാം. അപ്പൊ അനൗൺസ്മെന്റ് എപ്പോഴാ പോവാ? 11:45. ഓടാൻ സമയം കിട്ടുമോ? 11:45 ആൾ ഉറങ്ങൂലേ? ഇവരെ വിചാരിച്ച ഗൾഫ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന കയറി 11:45 വിളിച്ചു പറയാ, അയ്യോ മക്കളെ റെഡ് അലേർട്ടാണ്, വേഗം പോയിക്കോളി, പ്രത്യേക അറിയുമ്പോൾ കഥ തുറക്കണം, വെള്ളം ഉള്ളിലേക്ക് കഴിഞ്ഞു. പിന്നെ മരിച്ചത് 500 പേരാണ്, 450 അധികം പേര്. അന്നേ നമ്മുടെ വിവരമുള്ള ഈ ശരീരൻ സാർ പറഞ്ഞു, ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്, ഇത് സാധാരണ സ്വാഭാവികമായ മഴ കൊണ്ടുണ്ടായ മരണമോ പ്രളയമോ അല്ല, ഇത് കെട്ടിച്ചമച്ചു മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ട് അതിന്റെ പേരിൽ പണം പിരിച്ച് സമ്പന്നരാവാനുള്ള തെമ്മാടി പ്രത്യയശാസ്ത്രത്തിന്റെ ഫലമാണെന്ന്. മറ്റു മക്കൾ ഒന്നും പേടിക്കേണ്ട, അയ്യപ്പന്നുള്ള പണി നല്ലോണം ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ പ്രളയത്തിന്റെ കണക്ക് പുറത്തേക്ക് വരും. എവിടെ കണക്കവിടെ? ഓഖി ദുരന്തത്തിന് മുമ്പിൽ പോയ സമയത്ത് അവിടുത്തെ കടപ്പുറത്തുള്ള സാധാരണക്കാരായ അരയന്മാർ പറഞ്ഞു, ഇങ്ങോട്ട് കാറ് വെച്ചാൽ പങ്കായം അടിച്ചു വായിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കാറ് മാറി കയറിയിട്ടാ പോയത്. ഓടി കൂടുതൽ ഏതാ കാരണം നോക്കാൻ സമയമുണ്ടോ? പോലീസ് രാത്രി ഓടി, ഒരു പിന്നാലെ ഓടി, വേറെ ഏതോ കാരണമൊക്കെ കയറി ഷൂസൊക്കെ അവിടെ അടിച്ചിട്ട് ഓടി. ഇപ്പൊ ലൈറ്റുള്ള ഷൂസ് നോക്കും. അമേരിക്ക പോകാൻ നേരത്തെ തിന്നാൽ മഞ്ചേരി ബസ് വരുന്ന വേണ്ടത്, വെള്ള ഷൂസിന് ചുറ്റും ചോപ്പും പച്ചയും കത്തിക്കൊണ്ടാകും അമേരിക്കയിൽ പോയി. പിഞ്ഞാണം അങ്ങനെ പേര് വന്നു, പിഞ്ഞാണം വിജയൻ എന്ന് പേര് വന്നു. ഈ പങ്കായം കൊണ്ട് അടിയിട്ടെന്ന് പറഞ്ഞ ഓടി ഇപ്പൊ പങ്കായം വിജയൻ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. പിന്നെ പ്രളയം വിജയൻ. ഇപ്പൊ അടുത്ത കാലത്ത് ഏതോ പാസ്റ്റർ പ്രസംഗിക്കുന്നത്, ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് പുള്ളി, നമുക്ക് പാസ്റ്റർ വിജയനും. ഇനി ഇതൊക്കെ പോട്ടെ, ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അത്ഭുതം തോന്നുന്നു കേട്ടോ. സാധാരണഗതിയിൽ ഏതൊരു ചെറിയ കുട്ടി, ഏത് വിവരമില്ലാത്തവന് ഒരു പ്രാവിനെ പിടിച്ചിട്ട്, ജീവന്റെ ഒരു പ്രാവിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയത് കൊണ്ട് പറന്നു പോകും. അതിന്റെ സഹജ സ്വഭാവം പറന്നു പോവുക. സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക്, വീണ്ടും അടിവരുടെ മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമാണ്. അല്പ അഭിമാനമുള്ളവരൊക്കെ സ്വാതന്ത്ര്യം വേണ്ടത്, കാരാഗ്രഹമല്ല. അപ്പൊ ഒരു പ്രാവിനെ നമ്മൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ സാധാരണ അത് പറക്കാൻ ടെൻഡൻസി കാണിക്കും. ഈ മൂപ്പർക്ക് ജീവനുള്ള പ്രാവിനെ പിടിച്ചിട്ട് അത് അപ്പൊ തന്നെ ചാക്കും. മൂപ്പനെ പറപ്പിക്കും, സ്വന്തം കാലിലോട്ട് വീഴുക. അപ്പൊ അത് കണ്ടപ്പോ കഴിയാൻ എന്തോ ഒരു ദുർലക്ഷണം ഉണ്ട്. ഒരാൾ തൊടുമ്പോഴേക്ക് ഒരു പ്രാവ് എത്തുക. ഇതൊക്കെ പേപ്പറും ടി വിയും കണ്ടിട്ട് നരേന്ദ്രമോദി എവിടെയോ കിളിയെ പറപ്പിച്ചിട്ടുണ്ടാവും. അത് കണ്ട് ഞാനും ചെയ്യാം. ആന മുക്കും കണ്ടിട്ട് ആട് മുക്കരുത് കൊണ്ട് ചൊല്ലുണ്ട്. ഞാൻ മുക്കി കേരളത്തിലെ വെള്ളത്തിൽ മുക്കി, കടത്തിൽ മുക്കി, ഖജനാവ് കാലിയായി, ഒന്നിനും പണമില്ല. KSRTC കൂട്ടി കെട്ടിയ പോലെ അവസ്ഥ. KSRTC നന്നാക്കാൻ വേണ്ടി അത്യാവശ്യം വിലകൾ. പണ്ടൊക്കെ എങ്ങനെയാണ്, സ്കൂളിൽ കുറച്ച് കച്ചറ ഉണ്ടായി കഴിഞ്ഞാല്, സ്കൂളിൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ആരെയാക്കുന്നത്, ക്ലാസ്സിലെ ഏറ്റവും വില്ലനായ ആക്കുക. കാരണം വില്ലൻ എല്ലാ വെള്ളവും അറിയാം, അവനെ ലീഡറാക്കുക. അതുമാതിരി എല്ലാ വെള്ളവും 18 പഠിച്ച് ടോമിൻ അച്ചങ്കിയാണ് പഠിച്ചിട്ട് KSRTC MD ആക്കുന്നത്. മൂപ്പർക്കറിയാലോ പണി, യൂണിയൻകാർ ഒളിയും വെളിച്ചം മറിച്ചിലൊക്കെ മൂപ്പർക്കറിയാലോ. മൂപ്പര് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് എല്ലാത്തിനെയും കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ കണക്കാക്കിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ തുടങ്ങിയില്ലേ, ലോകത്തെ ട്രംപിനെ പോലും വിറപ്പിക്കുന്ന, വ്ളാഡിമിർ പുടിനെ പോലും വിറപ്പിക്കുന്ന, റഷ്യൻ പ്രധാനമന്ത്രിയെ വിറപ്പിക്കുന്ന, അമേരിക്കൻ പ്രസിഡന്റിനെ വിറപ്പിക്കുന്ന, ലോകരാജ്യങ്ങളെ മുഴുവൻ പേര് കേട്ടാൽ പോലും പ്രസിഡന്റ് വരെ എഴുതിയിരുന്ന് മൂത്രമൊഴിക്കുന്ന പേര് കേരളത്തിലുണ്ട്. ആനത്തലവട്ട ആനന്ദൻ. ഈ ആനത്തലവട്ട ആനന്ദൻ ഉടനെ ചാടി പുറപ്പെടാണ്. ടോമിൻ അച്ചങ്കരി പോലെ പണിയെടുത്താൽ മതി, തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്നതിന് 10 ദിവസം ലീവ് എടുക്കാനാണ്. പണ്ട് മോഹൻലാൽ സിനിമ പറഞ്ഞത് ജോലി കിട്ടിയാണ് 10 ദിവസം ലീവ് എടുക്കായിരുന്നു. അങ്ങനെയാണ് ഈ CIT കൂടിയിട്ട് KSRTC വെള്ളത്തിൽ നിർത്തി. ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളാവട്ടെ, സർക്കാർ സ്ഥാപനങ്ങളാവട്ടെ, FICT കഥ ഞാൻ എടുത്താ കേട്ടത്. FICTക്ക് എന്തോ പ്രശ്നം എടുത്തുകൊണ്ട് അവിടെ പോയി, മോദി എടുത്ത് പോയി. മോദിജി റൂമിലേക്ക് എല്ലാവരും വിളിച്ചു കയറ്റി. ആനത്തലവട്ടവും പൂച്ചത്തലവട്ടവും ഒക്കെ ഉണ്ട്. മോദിജി ഇതിന്റെ വീഡിയോ കണ്ടിട്ടുള്ളൂ. ഇതല്ലേ നിങ്ങൾ പറയുന്ന സാധനം FICT? ഇതിനെപ്പറ്റി മുഴുവൻ ഞാൻ പഠിച്ചത്. മൂപ്പരുടെ സ്വഭാവമാണ്. നമ്മുടെ അടുത്ത് മൂപ്പരെടുത്ത് പൈസ തണ്ടാൻ വേണ്ടി പോയാലേ
എന്താണ് യഥാർത്ഥ കാരണം, എന്തിനാണ് ഈ തെണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നതൊക്കെ കൃത്യമായി പഠിച്ചിട്ടേ പൈസ കൊടുക്കുള്ളൂ. അയ്യോ സാറേ ഞങ്ങളവിടൊക്കെ വെള്ളം കയറി വേഗം പൈസ തരും, 700 കോടി തരും പറഞ്ഞാൽ തന്നെയാണ്. അത് മൂപ്പരേക്കാൾ വെള്ളം ഉണ്ടാകും കേട്ടോ. UAE മറ്റേ പ്രധാനമന്ത്രി മോദിജിയേക്കാൾ വലിയ വളമാണ്. 700 കോടി എന്ന് പറഞ്ഞിട്ട് മൂപ്പർ 700 കോടി കൊണ്ടാണ് കൊടുത്തത്. ഈ ശവം പറിക്കട്ടെ, ഈ മുക്കിക്കൊന്ന ശവം പറിക്കട്ടെ. 700 കോടി കൊണ്ടാണ് കഥ കൊടുത്താൽ ഉടനെ തന്നെ 700 കോടി എന്ന് കേട്ട സകല മൂരാശി മൂരി വർഗങ്ങളൊക്കെ കൂടി കൂടിയിട്ട് UAE പ്രധാനമന്ത്രി തന്നെ ഷെയ്ഖ് തന്നെ നമ്മുടെ ആ വാപ്പ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയില്ലേ മോദിജി? പുൽവാമയിലെ ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി ശത്രുവിന്റെ നെഞ്ചിൻ കൂട് നോക്കിയിട്ടാണ് കൊടുത്തത്. പാകിസ്ഥാനിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്, അവർക്ക് മാനുഷിക ബന്ധങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, വേദനകളുണ്ട്, വിരഹവും പ്രണയവും ഒക്കെ അവിടെയുണ്ട്. ഇത് നന്നായി അറിയുന്ന ചക്രവർത്തിയാണ് മോദിജി, ഒരു രാജാവല്ല. ഒരു രാജാവിന് തന്റെ രാജ്യത്തെ സെൻസിറ്റിവിറ്റി മാത്രമേ മനസ്സിലാവൂ. ചക്രവർത്തിക്കോ ലോക രാജ്യങ്ങളെ മുഴുവൻ മനുഷ്യരുടെയും സെൻസിറ്റിവിറ്റി മനസ്സിലാവും. അങ്ങനത്തെ ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിൽ ഒന്നായി രണ്ട് ബോംബ് കൊണ്ടിട്ടിഞ്ഞാല് അവിടെയും മനുഷ്യരാണുള്ളത്. നാളെ ഇന്ത്യക്കാരാവേണ്ടതാണ്. അതിർത്തി പൊളിച്ച് ഇങ്ങോട്ട് കടന്നു വരേണ്ടവരാണ്. പട്ടിണി കൊണ്ട് പരിവട്ടം കൊണ്ട് നമ്മുടെ ഭാഗമാവേണ്ടവരാണ്. മാതൃരാജ്യത്തെ ഉപേക്ഷിപ്പോടെ ഈ തലമുറ നോക്കിക്കോളൂ, ഇങ്ങോട്ട് കടന്നു വരേണ്ടവരാണ്. സ്നേഹത്തോടുകൂടി ഇവിടെ അടിമകളെ പോലെ ജീവിച്ചിരുന്ന പണ്ട് ബ്രിട്ടീഷുകാർ കാൽച്ചൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സമൂഹം ഒന്നടങ്ക ഒരു ആവേഗം എടുത്തപ്പോ പെട്ടെന്ന് തോന്നി മതബോധം വന്നു കയറി, ദീനിബോധം. ഞങ്ങൾക്ക് ഒന്ന രാജ്യം വേണമെന്ന് പോയ കൂട്ടരാണ്. പക്ഷെ അവർ മനുഷ്യരാണ്. അവരോട് ഇങ്ങോട്ട് വരാൻ മോദിജി കവാടം തുറന്നെടുക്കുന്ന കാലം അതിവിദൂരമല്ല. പാകിസ്ഥാനും ഇന്ത്യ ഭരിക്കും. പാകിസ്ഥാൻ എന്ന രാജ്യം കൂടി ഇന്ത്യ ഭരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന അത്ര പട്ടിണി അവിടെ. മനുഷ്യൻ മണ്ണ് വരിക്കുന്നതാണ്. ഇമ്രാൻഖാനിന്റെ കോട്ടൊക്കെ കടാണ്, വാടകയ്ക്കുള്ള, മനസ്സിലായിക്കോ? അത് വിചാരിച്ചിട്ട് ഇവിടെ ഇമ്രാൻ അവന്റെ വാപ്പ എന്നൊരു പോഷൻ ഉണ്ടാകും. ഇപ്പൊ ഞാനിപ്പോ മോദിജിയുടെ എല്ലാ പോസ്റ്റും താഴെ കാണുന്നതാണെന്നറിയാം. വില കൂടി ഇമ്രാൻ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുന്നു. നല്ല ഒന്നാം തരം തന്തയിലായ്മ പറയുക. രാവിലെ വെളിച്ചായി കഴിഞ്ഞാൽ അതാ പ്രശ്നം. വീട്ടിൽ വളർത്താൻ പറ്റില്ല, വീട്ടിൽ സൂര്യ ഇടാൻ പറ്റുള്ളൂ. സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇന്നലെ ഒരു പോലീസുകാരന്റെ കയ്യിൽ അബദ്ധവശാല് തോക്ക് പൊട്ടിയപ്പോൾ നമ്മുടെ രാജ്യത്തിൽ കരമടച്ചുകൊണ്ട് ഈ രാജ്യം കൊടുക്കുന്ന സുരക്ഷയും സമാധാനവും സന്തോഷവും പങ്കിട്ടുകൊണ്ട് ജീവിക്കുന്ന ചില ഈനാം പേശികൾ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അയ്യോ മോനെ, ആ പോലീസുകാരൻ ഇന്നലായി പോയത്. അപ്പൊ അങ്ങനെ അർത്ഥം ഈ രാജ്യത്തിന് സുരക്ഷ കൊടുക്കുന്ന, ഈ രാജ്യത്തിന് സമ്പത്ത് കൊടുക്കുന്ന, ഈ രാജ്യത്തിന്റെ അഭിമാനം ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഉയർത്തിയ നരേന്ദ്രമോദി മരിച്ചാൽ നന്നായി ആഗ്രഹിക്കുന്ന ഭീകരവാദി ഇമ്രാൻ കുഞ്ഞുങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെയുണ്ട്, മലയാളികളിലുണ്ട്, ഇല്ലെന്ന് ആരും പറയണ്ട. അവരെ തലോടുക, രാജ്യവിരുദ്ധരെ തലോടുക. കോൺഗ്രസിന്റെ പ്രണവത്തിന് എന്താ? കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ 2047 കഥയാണേ. 2047 കഥ എങ്ങനെ തന്നെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി. ഞങ്ങളായിട്ട് ഒരാളില്ല, ഒരു ഗോപാലട്ടൻ. പിന്നെ 26 വയസ്സിൽ പെണ്ണ് കാണാൻ തുടങ്ങി. അപ്പൊ 56 വയസ്സ് ഇപ്പോഴും പെണ്ണ് കണ്ടുകൊടുക്കുക. അപ്പൊ മൂപ്പർക്ക് എല്ലാവരും പേരിട്ടു വരൻ ഗോപാലട്ടൻ. എന്താ വരൻ ഗോപാലട്ടൻ? മൂപ്പര് കല്യാണം നടക്കൂല, മൂപ്പര് എന്നും വരനാണ്. എപ്പോഴും ഓൾവേസ് റെഡി ടു മാരിയാണ്. വെള്ളയും കിട്ടുന്ന സുന്ദരനായിട്ട് ബസ്സോ പോയി നിൽക്കുക. രാവിലെ ഏത് പെൺകുട്ടികളാണ് ഇഷ്ടപ്പെട്ട ആരോ എന്ന് കരുതിയിട്ട് ഈ ഇന്ത്യയിലെ എല്ലാ മണ്ഡലത്തിലും പോയി നിൽക്കുക. ഈ വയനാട് മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുന്ന ഏത് മോഡൽ? അമേഠി മോഡൽ. അമേഠിയ റോഡ് കിടക്കുന്ന അർത്ഥം മനസ്സിലായില്ലേ? മനുഷ്യന് കക്കൂസ് പോകാൻ പോലും അവിടെ സ്ഥലമില്ല അമേഠിയിൽ. നല്ലൊരു തെരുവുകളൊക്കില്ല, ടോർച്ച് അടിച്ച് പോയാൽ തന്നെ വീണു. അങ്ങനത്തെ കൊണ്ടും കൂടിയ പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് വരെയാണ് അമേഠി. ചുരുക്കി പറഞ്ഞാൽ MLA ഉണ്ടായിരുന്നില്ല അവിടെ. ഈ പറയാൻ കാരണം എന്താ? ഇങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചക്രവർത്തി പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉണ്ടാക്കുന്ന ഒരു വ്യക്തി നിർമ്മാണ ഫാക്ടറി ഉണ്ട്. ആ വ്യക്തി നിർമ്മാണ ഫാക്ടറി എന്ന് പറഞ്ഞാൽ സന്യാസി വർഗത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന, ത്യാഗികളെ മുഴുവൻ സിംബോളിക്കായി പ്രതിനിധീകരിക്കുന്ന ഭഗവ ധ്വജം അതേ മുമ്പിൽ വെച്ചുകൊണ്ട് അതിനെ പ്രണാമം ചെയ്തുകൊണ്ട് ഈ ഭൂമി മാതാവിനെ ദേവതയെ സങ്കല്പിച്ചുകൊണ്ട് രാഷ്ട്രത്തെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടി മരിക്കുന്നത് ഭാഗ്യമാണെന്ന് കരുതുന്ന കാഷായം ഉടുക്കാത്ത സന്യാസിമാരുടെ സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങളുടെ പ്രശ്നം സിദ്ധാന്തപുരി എന്ന കാഷായം എടുത്ത സന്യാസി RS-കാരനെന്നതല്ലേ? അതിലും വലിയ പ്രശ്നമുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ തലയ്ക്ക് മേലെ അതിലും വലിയ വാള് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതെന്താണ്? കാഷായം ഉടുക്കാത്ത, ശമ്പളം പറ്റാത്ത സന്യാസിമാരുടെ, കോടിക്കണക്കിന് സന്യാസിമാരുടെ സംഘം. നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്ന സിദ്ധാന്തപുരി അല്ല, രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. അതിന് കാരണം എന്താ? 2 MP-മാരുമായിട്ട്
ലോകസഭയിൽ ഇരുന്നിട്ട് വാജ്പേയി അടക്കം 2 പേര് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ വാജ്പേയി അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഒരു കാലം വരും നമ്മളിവിടെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്ന കാലം വരും, അതിനുവേണ്ടി എത്ര ജീവൻ കൊടുത്തു രാഷ്ട്രീയ സ്വയംസേവക സംഘം. 1, 2 അല്ല, 100 കണക്കിന് 1000കണക്കിന്. ബംഗാളിലൊക്കെ സ്വയംസേവകരെ അടിച്ചു കൊന്ന കേസ് എത്രയാണ്. നമ്മുടെ വിജയേട്ടൻ നന്നായിട്ട് അറിയാം. വിജയേട്ടൻ AP അബ്ദുള്ളക്കുട്ടിയോട് പറഞ്ഞതാണ്. അബ്ദുള്ളക്കുട്ടി അറിയില്ലേ? കണ്ണൂരിൽ പാർട്ടി മാറിയ ഉമ്മർക്ക് പോയതിന്റെ പേര് അല്ല, അബ്ദുള്ളക്കുട്ടി പറഞ്ഞാണ്. അബ്ദുള്ളക്കുട്ടി പറയണ വിജയേട്ടൻ ഒരു ദിവസം പറയണ പോലെ കൊല്ലുമ്പോൾ വളരെ രഹസ്യമായിട്ട് കൊല്ലണം. ജീവനോടെ കുഴിച്ചു മൂടിയിട്ട് കുറെ പഞ്ചസാര കെട്ടിട്ട് മൂടിയാൽ പിന്നെ എല്ല് പോലും കണ്ടുപിടിക്കില്ല. എന്താ അല്ലേ വിജയേട്ടന്റെ അർത്ഥം? മാനവികത പൂത്തുലയാണ് സുഹൃത്തുക്കളെ. മാനവികത ഇങ്ങനെ കൊടികുത്തി വാഴുകയാണ് കേരളത്തിൽ. കൃപേഷിനെയും ശരത്തിനെയും വെട്ടിക്കൊന്നതുപോലെ, TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നതുപോലെ ഇങ്ങനെ സകലമാന മനുഷ്യ സ്നേഹികളെയും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഘങ്ങളാണ് ചിദാനന്ദപുരി സ്വാമിയെ RSS ക്രിമിനൽ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുന്നത്. അത് തന്നെയാണ് മത്സ്യത്തിലെങ്കിൽ പറഞ്ഞല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് അംഗീകാരമാണ്. ചിദാനന്ദപുരി RSS കാരണമാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. ഇത്രയും അറിവും ശേഷിയും ത്യാഗ മനോഭാവമുള്ള ഒരു സ്വയം സേവനെ കിട്ടിയാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം അഭിമാനം കൊള്ളുമെന്ന് മത്സ്യത്തിലെങ്കിൽ പറഞ്ഞു. പിന്നെ പിന്നെ ഇവനെന്താ പറയാൻ കോടിയ ഭാഷ എന്താ പറയാ? അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കൂ. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയാണ് നിങ്ങൾ എതിർക്കുന്നതെങ്കിൽ സ്വയം സേവക സംഘത്തെ എതിർക്കുക. നിങ്ങളെ എങ്ങനെ നേരിടണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ 1000 മടങ്ങ് ചിന്താശേഷിയുള്ള സംഘത്തിനാണ്. ഈ ഇറക്കുമതി ചെയ്യുന്ന ചൈനാവാദികളെ എങ്ങനെ നേരിടണമെന്ന് ശക്തമായ പദ്ധതിയുള്ള ലോകത്ത് ഒരേ ഒരു പ്രതിപക്ഷം രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അതിന് കാരണം എന്താണെന്നറിയോ? കോൺഗ്രസിനെ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റും. ഞാൻ ഇതിന്റെ സൈക്കോളജി പഠിച്ചു നോക്കി. എപ്പോൾ നിർത്തട്ടെ, രാജേഷ് ഏട്ടൻ സംസാരിക്കാൻ പോകും. ഞാൻ ഇതിന്റെ സൈക്കോളജി പഠിച്ചു നോക്കി. എന്താണെന്നറിയോ? ഒരു സ്ഥലത്തും MP ഇല്ല, MLA ഇല്ല. കേരളത്തിലുള്ള കളിയാണ്. ഇവിടെ മുണ്ടുമാടി കെട്ടിയിട്ട് ഞാൻ തുടങ്ങി അടിച്ച് കാണിക്കുന്ന പരിപാടി ഇവിടെ ചട്ടമ്പിയാണ്, എവിടെയില്ല. എന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നാന്തരം മണിമന്ദിരങ്ങളും പാർട്ടി ഓഫീസുകളും ഇഷ്ടം പോലെ സൗകര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ പണം വേണം. ഈ പണമൊക്കെ ഇവിടുന്ന് എല്ലാം സെൻട്രലൈസ് ചെയ്യുകയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് ചിന്തിച്ചാൽ മനസ്സിലായി. കോൺഗ്രസ് ഉണ്ടല്ലോ, പുട്ടുണ്ടല്ലോ, പുട്ടിന്റെ പൊടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടിൽ പിന്നെ കുഴച്ച് നിന്നാ പോലെ. കോൺഗ്രസ് ഭരിക്കുമ്പോ ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി 5ാം പാർട്ടികൾക്ക് ചെല്ലും ചെലവ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാവുന്നത്. ഒക്കെ ബക്കറ്റ് വിടാന്നാണ് വിചാരിച്ചു. ബക്കറ്റൊക്കെ ഒരു പരിധിയിലെ നാശ. അഭിമന്യു എന്ന ചെറുപ്പക്കാരൻ, ചെറിയ പയ്യൻ, കോളേജ് പയ്യനെ ഒറ്റക്കുത്തിന് കൊന്നു. കൊന്നതാരാന്നറിയാലോ? SDPI എന്ന ഭീകരവാദ സംഘടനയാണ് ഒറ്റക്കുത്തിന് കൊന്നത്. അവര് പറയുന്നുണ്ട്. അപ്പൊ അവര് പറയാൻ നമ്മള് നാളെയും കാണണ്ടേ? ഇങ്ങനെയൊക്കെ പറയാലോ, നമ്മള് നാളെയും കാണണ്ടേ? 8ാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം ഇങ്ങനെയാ പ്രതിഷേധം. RSSകാരൻ അങ്ങനെയല്ല. RSSകാരനെതിരെ അടിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് 1, 2, 2, 4 എന്ന രീതിയിൽ തിരിച്ചടിക്കുന്ന പാർട്ടി അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പതറി മിണ്ടാതിരിക്കുകയാണ്. കാരണം കൈകൾ ശുദ്ധമല്ല. SDPIക്കാരന്റെ ചെരുപ്പെടുത്ത കഥയുണ്ട്, അവരത് പണം വാങ്ങി കഥയുണ്ട്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അഭിമന്യുവിന് നീതി കിട്ടാത്തത്? എന്താ തിരിച്ചടിക്കാത്തത്? RSSകാരൻ തിരിച്ചടിക്കാൻ അരമണിക്കൂർ വേണ്ടല്ലോ. അപ്പൊ ഇതിലൊക്കെ രാഷ്ട്രീയം മാത്രമല്ല, മതവും കലർന്നിരിക്കുന്നത്. SDPI പോലെയുള്ള ഭീകരവാദ സംഘടനകൾ പാർട്ടിക്കകത്ത് നുഴഞ്ഞു കയറി അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നുള്ളതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ചിദാനന്ദപുരി സ്വാമിക്കെതിരെയുള്ള ആക്രമണം. ഒന്നുകൂടി പറയാം, ചിദാനന്ദപുരി സ്വാമി മുസ്ലിം വിരുദ്ധനുമല്ല, ക്രിസ്ത്യൻ വിരുദ്ധനുമല്ല, ഹിന്ദു വിരുദ്ധനുമല്ല. സ്വാമി വേദാന്തിയാണ്, സന്യാസിയാണ്. സന്യാസി എല്ലാവർക്കും അഗ്നിയുടെ നിറമാണ് സന്യാസി സ്വീകരിക്കുന്നത്. വിരജാഗ്നിയുടെ നിറമാണ്. ഒന്നിനോട് ബന്ധമില്ലാത്ത എല്ലാത്തിനെയും ശുദ്ധമാക്കുന്ന, എല്ലാത്തിനെയും പവിത്രീകരിക്കുന്ന സഞ്ചാരമാണ്, പര്യടനമാണ് സന്യാസിയുടെ. ഇത് വേദം പറയുന്നതാണ്. ഇത് ഇച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി, ബ്രഹ്മൈക ലക്ഷ്യമായി നീങ്ങുന്ന സന്യാസി. ഇന്നോട്ട് തന്നെയുള്ള മുസ്ലിം സഹോദരന്മാർക്ക് അറിയാം, എത്രയോ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ സ്വാമിജിയെ വന്ന് കണ്ട് ആശ്രമത്തിൽ നിന്ന് സ്വാമിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാരെ എനിക്ക് നേരിട്ടറിയാം. സ്വാമിജി മഞ്ചേരിയിൽ പോയാൽ സ്വാമിജിയെ വരവേൽക്കാൻ നിൽക്കുന്ന മൊല്ലാക്കന്മാരെ എനിക്കറിയാം. ആ പഴയകാല മുസ്ലിം സൗഹൃദം എപ്പോഴും ഉണ്ട് സ്വാമിക്ക്. എന്ന് വെച്ച്
വേദിക്കനുസരിച്ച് വേഷം കെട്ടിയിട്ട് തലയിൽ മുണ്ടിട്ടിരിക്കുന്നില്ല. അങ്ങനെ ഇഫ്താർ പാർട്ടിക്ക് കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയൻ തലയിൽ മുണ്ടിട്ടിരിക്കാറില്ല. അങ്ങനെ സ്വാമിജി സ്വന്തം നട്ടലൂരി പണയം വെക്കുന്ന പരിപാടി നിൽക്കാറില്ല. സ്വാമിജി ഹിന്ദുവായി തന്നെ, ഹിന്ദു സന്യാസിയായി തന്നെ തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ പറയുകയും ചെയ്യുന്നു. അതേസമയം മുസ്ലിം സഹോദരന്മാരോടും ക്രിസ്ത്യൻ സഹോദരന്മാരോടുള്ള സാഹോദര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു. മതേതരത്വത്തിന്റെ ഉദാത്തമായ മാതൃക പഠിക്കണമെങ്കിൽ അദ്വൈതാശ്രമത്തിലേക്ക് പിണറായിക്കും ബാലകൃഷ്ണനും സ്വാഗതം അർപ്പിക്കുകയാണ്. ഈ പഠിപ്പിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ട് അബദ്ധത്തിലേക്ക് കലാശിച്ചു. സ്വാമിയുടെ ആശ്രമത്തിലൊക്കെ ഒരു ആഴ്ചയൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മോഹം വരും. ഇതിലൊക്കെ ആയാൽ കൊള്ളാം, ഇതുപോലൊക്കെ ആയ തിരക്കുകളിലെ എത്ര കാലം ഞാൻ ആൾക്കാരെ കൊന്നിട്ടും പറ്റിച്ചിട്ടൊക്കെ ജീവിക്കും, വേണ്ട എന്നൊക്കെ തോന്നിപ്പോകും. പാർട്ടിക്ക് വലിയ നഷ്ടമാട്ടോ. വിഡ്ഢികളില്ലെങ്കിൽ പാർട്ടി നശിച്ചു പോകും. വിഡ്ഢികളില്ലെങ്കിൽ ആ പാർട്ടി നശിച്ചു പോകും. വിഡ്ഢികളുടെ ആ ഒരു ആർജവമാണ് മുന്നും പിന്നും നോക്കാത്ത വർത്തമാനമാണ് ആ പാർട്ടിയെ നയിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഹിന്ദു വിരോധം മാത്രമേ നമ്മൾ ചോദ്യം ചെയ്യുന്നുള്ളൂ. ഇടതുപക്ഷത്തിന്റെ മറ്റു മതങ്ങളോടുള്ള അതേ സൗഹാർദ്ദം നമ്മോട് വായിക്കൂടെ എന്നൊരു പദ്ധതി മുന്നോട്ട് വെക്കുകയാണ് സ്വാമിജി. അത് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഇന്ത്യ മൊത്തത്തിൽ അടിച്ചുവരി കേരളത്തിന് മൂലയ്ക്ക് ഐക്യ ദിനയോട് കടപ്പുറത്തേക്ക് തള്ളിവിടാനേ ഉള്ളൂ. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് മനസ്സിലായില്ലേ, എന്നാൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങളൊന്നും വലിയ ശല്യം പിന്നെ ഉണ്ടാവില്ല. പിന്നെ ആകെ രണ്ട് MP കിട്ടുള്ളൂ മാക്സിമം, അല്ലേ? അപ്പൊ ഈ വരുന്ന ഇലക്ഷൻ റിസൾട്ട് അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇലക്ഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഹിന്ദു സന്യാസിമാരും ആത്മീയവാദികളൊക്കെ ഇതിനെ ഇലക്ഷൻ പറ്റി പറയുന്ന രാഷ്ട്രീയക്കാരെ പണിയില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ RSSനെ എതിർക്കാൻ കാരണം എന്താ? RSS രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല, സാംസ്കാരിക സംഘടനയാണ്. മാതാ അമൃതാനന്ദമയി ദേവിയെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞോളൂ. കടകംപള്ളി സുരേന്ദ്രൻ എങ്ങനെയെന്നറിയോ? അമ്പലത്തിൽ തൊഴുവും വേണം, പാർട്ടി കാണാൻ പാടില്ല. ഈ കടകംപള്ളി സുരേന്ദ്രൻ സകലമാന CPM-മാരുടെ ശത്രു എന്താണെന്നറിയോ? ഈ ക്യാമറ കണ്ടുപിടിച്ചതാണ്. ഈ ക്യാമറ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഗോപി കോട്ടവർക്ക് എറണാകുളം നടന്ന് പുറത്തായത്. മൂപ്പർ ചില ഉല്ലാസങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് പിടിച്ച് അറിഞ്ഞില്ല, വിവരം വേണ്ടേ? പിന്നെ കുരിക്കാട് എത്തി നോക്കുക, അതും ക്യാമറ പിടിച്ചു. കട്ടപ്പാറയിട്ട് ബ്രാഞ്ച് സെക്രട്ടറി വീട് കുത്തി തീർക്കാം, അതും ക്യാമറ പിടിച്ചു. ഇനി പറയേണ്ട ക്യാമറ കൊണ്ട് ഇവർക്കുള്ള ശല്യം വേറൊന്നുമില്ല. അപ്പോൾ പറയുന്നതാ, ഈ ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? PK ശശിയെ പോലെയുള്ള തനി നാടൻ ബലാത്സംഗ വീരന്മാരെ പോലും ന്യായീകരിക്കേണ്ടി വരികയാണ്. ആരുടെ പാർട്ടി? നിങ്ങളെ പറയുന്നത് ആരുടെ പാർട്ടിയാ? AKG-യുടെ പാർട്ടി, EMS-ന്റെ പാർട്ടി, നായനാരുടെ പാർട്ടി. പിന്നെയോ അത് പോരാ. ഇവിടെ അടുത്ത കുറച്ചുകൂടി ചെന്ന വടകരയിൽ ഒരാളുടെ പാർട്ടിയുടെ ഉജ്ജ്വലനായ CAT-യുടെ ഉജ്ജ്വലനായ നേതാവാ, ഉജ്ജ്വലനായ വാഗ്മിയാ ഓ ഭരതൻ. ഭരതേട്ടനൊക്കെ എങ്ങനെ നിങ്ങൾ പാർട്ടി പുറത്താക്കിയെന്നറിയോ? ഇങ്ങനെ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞു പുകച്ച് പുറത്തിയടിച്ചതാണ്. പാർട്ടിയിൽ നിന്ന് പ്രത്യയശാസ്ത്രത്തോട് വരവണ്ണം തെറ്റാതെ മുന്നോട്ട് പോകുന്ന ഒരാൾ പോലും ഇല്ല. അതാണ് വിജയേട്ടന്റെ വൈഭവം. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കഥ അതല്ല കേട്ടോ. ഇന്നലെ പേപ്പറിൽ വായിച്ചു, ജെറ്റ് എയർവേസ് നഷ്ടത്തിലായി, കമ്പനി പൂട്ടി. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ഈ അടുത്ത് യാത്ര ചെയ്തിട്ടുള്ളത്, മുംബൈയിൽ യാത്ര ചെയ്തു. അപ്പൊ ഞാൻ ഇതെന്ത് പറ്റിപ്പോയി കൂട്ടിപ്പോവാൻ? എന്താ സംഭവം? വെറുതെ അല്ല, മൂപ്പര് മുഖ്യമന്ത്രി സ്വന്തം ട്വിറ്റർ അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, പിണറായി വിജയൻ ദ മോസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് പ്രസ്റ്റീഷ്യസ് ജെറ്റ് എയർവേസ് ജെറ്റ് എയർവേസിനെ സ്തുതിച്ചുകൊണ്ട് പിണറായി വിജയൻ ട്വീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത്ഭുതം ഉണ്ടോ? ഒരു ഗതികെട്ട് കുത്തുവാളിട്ടു. ദയവ് ചെയ്ത് നിങ്ങൾ ചിദാനന്ദപുരി സ്വാമിയെ സ്തുതിക്കല്ലേ, സ്വാമിജി കഷ്ടകാലം വരും. നിങ്ങൾ സ്വാമി എതിർക്കണം, അപ്പോൾ സ്വാമി നന്നായി പോകും. മനസ്സിലായില്ലേ? നിങ്ങൾ നല്ലത് പറഞ്ഞൊരു പ്രാവിനെ പിടിച്ചാൽ അത് ചത്തുപോകും. നിങ്ങൾ ആകാശത്തൂടെ പറക്കുന്ന ഒരു പറവ, അതാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ജെറ്റ് എയർവേസിനെ കുറിച്ച് നിങ്ങൾ 4 വാക്ക് എഴുതിയപ്പോൾ ജെറ്റ് എയർവേസ് കൂട്ടി പണ്ടാടങ്ങിപ്പോയി. പിന്നെ അതുകൊണ്ട് മൂപ്പർക്ക് മായണ്ടനെ കുറിച്ച് പേരുണ്ട്. മൂപ്പര് സന്തോഷത്തോടെ ആരെങ്കിലും കെട്ടിപ്പിടിച്ചാൽ അവന്റെ കൈ പോക്കാം. മൂപ്പര് കൈ കൊടുത്തിട്ട് ചാവാൻ പറ്റുന്ന ഒരേ ഒരാളുള്ള നരേന്ദ്രമോദിയാണ്. അത് കാരണം അങ്ങനെയൊന്നും ചാവുന്ന ജീവനല്ല. കുറച്ച് ബുദ്ധിമുട്ട് സ്വന്തം മായയിൽ ഒടിഞ്ഞു പോകും, വല്ലാണ്ട് നോക്കിയാൽ. അതുകൊണ്ട് ചിദാനന്ദപുരി സ്വാമി ഇത്രയും കാലം ഇവിടെ വേദാന്തം പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങളെ. ഞങ്ങളുടെ ആചാര്യനാണ്, ബോധമില്ലാതെ ആരും പറയരുത്. ശുദ്ധമായ വേദാന്തത്തിന്റെ വചസ്സുകൾ, സൂക്തങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയത് സ്വാമിജിയുടെ മുഖത്തു നിന്നാണ്. അതിനുള്ള നന്ദി പ്രകടനമാണിത്. ഇതിവിടെ അവസാനിക്കുന്നില്ല. സ്വാമിജിക്കെതിരെയുള്ള ഈ വാക്പോരാട്ടം നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത്. കേവലം രാഷ്ട്രീയ അടിമത്തം കൊണ്ട് പറയുന്നതല്ല. സ്വാമിക്ക് വേണ്ടി ഈ പോരാട്ടത്തിൽ അണിനിരക്കാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞ കാവി ഉടുക്കാത്ത കാക്കി വസ്ത്രം ധരിച്ച
സന്യാസിമാരായി. അത് മറന്നുകൊണ്ട് നിങ്ങളെല്ലാം ലേബൽ കൊടുത്തല്ലോ. മനുഷ്യരുടെ പറയുകയും ചെയ്തു, ഞങ്ങൾ അഭിമാനിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ പോരാടേണ്ടി വരും. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ കൊല്ലേണ്ടി വരുന്ന കോടിക്കണക്കിന് ആളുകളെയാണ്. നിങ്ങൾ 1964 മുതൽ കൊന്നുകൊണ്ടേയിരിക്കുകയല്ലേ. എന്നിട്ട് ഇവിടെ BJP വളർന്നോ തളർന്നോ ചിന്തിച്ചു നോക്കൂ. വിവരമുണ്ടെങ്കിൽ ഇവിടെ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഹിന്ദുക്കൾക്ക് കാര്യം വളരെ വ്യക്തമായി വരികയാണ്. അതായത് മതന്യൂനപക്ഷങ്ങളിൽ ഒരു ഭീകര പക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദുധർമ്മത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്തും എതിർത്തും കളിയാക്കിയും നശിപ്പിക്കാൻ ശ്രമിച്ചും നിങ്ങൾ നടത്തിയിട്ടുള്ള നിങ്ങളുടെ പ്രചരണ സംവിധാനങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കുത്തുകയാണ്. കാരണം ഇവിടെ തന്തയ്ക്ക് പറഞ്ഞ ഹിന്ദുക്കളാണ് ബഹുഭൂരിപക്ഷം. ഇനി വരാനുള്ള കാലത്ത് നിങ്ങളുടെ പിപ്പിടി വിധികളൊന്നും നടക്കില്ല. കാരണം മതേതരത്വം എന്ന വിഴുപ്പ് ഞങ്ങളുടെ തലയിൽ മാത്രം കെട്ടിവെച്ചാൽ പോരാ. ഓരോ പൗരനും മതേതരനാവുമ്പോൾ മാത്രമേ മതേതരത്വത്തിന് പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ നഷ്ടക്കാരാവുന്നത് നമ്മൾ മാത്രമാണ്. ചിദാനന്ദപുരി സ്വാമി ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അത് വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ കിട്ടും. ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് സന്യാസം, എന്താണ് ക്രിസ്തുവിന്റെ ത്യാഗം എന്നൊക്കെ നന്നായി അവർക്കും പറഞ്ഞു കൊടുക്കുന്നു. സുന്നി വിഭാഗക്കാരെ വിളിക്കുമ്പോൾ അവരുടെ ചടങ്ങിന് പോകുന്നു. ഹിന്ദുക്കളുടെ ചടങ്ങുകൾ സംബന്ധിക്കുന്നു. ചിദാനന്ദപുരി സ്വാമി ഒരിക്കൽ നിങ്ങൾക്ക് വർഗീയവാദിയെ ചിത്രീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രചരിപ്പിച്ചാൽ ഈ നാട് തള്ളിക്കളയുമെന്ന് സ്പഷ്ടമായി ഞാൻ പറയുകയാണ്. പിന്നെ പ്രളയം, ഓഖി ദുരന്തം, അഭിമന്യുന്റെ കൊലപാതകം, ഇപ്പോ വരൾച്ചയും വെള്ളലഭ്യം, ഇങ്ങനെ പിടിപ്പ് കെട്ട കഴിവില്ലാത്ത ഐശ്വര്യം കെട്ട ഒരാൾ ഭരിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ അനാവൃഷ്ടിയും അതിവൃഷ്ടിയും കൊണ്ട് ജനങ്ങൾ ഉരുളി പൊട്ടുമെന്ന് പണ്ടുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി 2.5 കൊല്ലം സഹിക്കണം അല്ലേ? 2.5 വർഷം കൂടി സഹിക്കണം. ഞാൻ ഇത്രേ പറയുന്നു, ദയവ് ചെയ്ത് ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളുമായി വെറുതെ വിട്ടേക്കുക. നിങ്ങൾ ഞങ്ങളെ തത്തുല്യമായ തുല്യ മനോഭാവത്തോടുകൂടി മതനിരപേക്ഷമായി കാണുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും വെറുക്കുകയില്ല. മറിച്ച് ആരുടെങ്കിലും കാശൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ സന്യാസിമാരെല്ലാം കെട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനാണ് ഇനി ഭാവമെങ്കിൽ അത് ഈ ഹിന്ദു സമൂഹം ഇനി പുറത്തു തരില്ല. അയ്യപ്പനെ തൊട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മാത്രവുമല്ല, അമൃതാനന്ദമയ ദേവിക്കെതിരെ വലിയ പ്രചരണം അഴിച്ചുവിട്ടു. കടലോര ഗ്രാമങ്ങൾ മുഴുവൻ നിങ്ങൾക്കെതിരാണ്. കേരളത്തിൽ ഒരു വലിയ മനഃശാസ്ത്രം അങ്ങനെയാണ്. അതായത് ത്യാഗികളെ തിരിച്ചറിയുന്ന, തെമ്മാടികളെ പിന്തള്ളുന്ന സംസ്കാരമാണ് ഹിന്ദുവിൻ്റെത്. അല്ലായിരുന്നുവെങ്കിൽ സഞ്ജീവാനന്ദഗിരിയുടെ ശ്രദ്ധയ്ക്കാ പറയുന്നത്. നിങ്ങളുടെ പ്രഭാഷണം കേൾക്കാൻ ഞാനടക്കമുള്ള ജനസഹസ്രങ്ങൾ തടിച്ചുകൂടിയിരുന്ന മുമ്പ് ഇന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നത് ആൾക്കാർക്ക് പുച്ഛമാണ്. സാധാരണക്കാർ, BJPക്കാരോ RSSകാരോ അല്ല, സാധാരണക്കാരായ ഹിന്ദുക്കൾ നിങ്ങളെ ശ്രമിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ വെറും കച്ചവടക്കാരനാണെന്നും നിങ്ങൾ വെറും രാഷ്ട്രീയ ചട്ടുകമാണെന്നും തിരിച്ചറിഞ്ഞതോടെ ഹിന്ദുക്കൾ നിങ്ങളെ കൈയൊഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? BJPയോ RSSോ അല്ല, മറിച്ച് സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു ഹിന്ദുവിനും ത്യാഗിയെ തിരിച്ചറിയാൻ കഴിയും. അമൃതാനന്ദമയ ദേവിയിലെ ആ മാതൃത്വത്തെയും ദൈവികതയും ത്യാഗത്തെയും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കുണ്ടറയിൽ നിങ്ങളുടെ ബേബി അടക്കമുള്ളവർ പൊട്ടിത്തുടഞ്ഞത്. അതുപോലെ തന്നെ ചിദാനന്ദ സ്വാമിക്കെതിരെ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ കേരളത്തിൽ അഡ്രസ് ഇല്ലാതെ പോകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഈശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. അടുത്തതായി